കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം നമുക്ക് ഈശോ നേടിത്തന്ന ഒരു വലിയ സ്നേഹത്തെക്കുറിച്ചാണ്. ഈശോ നമുക്ക് നേടിത്തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി അവസാനം വരെ നല്ല ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കണം. നല്ല ഉഷാറോടുകൂടി, നല്ല ഉണർവോടുകൂടി, നല്ല പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഭൂമിയിലെ ജീവിതം മാത്രമല്ല, നമ്മുടെ എല്ലാ കാലത്തേക്കുമുള്ള ഈശോയോടൊപ്പമുള്ള ഒരു നിത്യ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടതും ക്രൈസ്തവൻ എന്ന നിലയിൽ, വചനം ധ്യാനിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഏതൊരു ക്രിസ്ത്യാനിയും ഈശോയുടെ സഭയുടെ ഭാഗമായ ഈശോയെ സ്നേഹിക്കുന്ന, വചനം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഏതൊരാളും വളരെ പ്രാധാന്യത്തോടുകൂടി എടുക്കേണ്ട ഒരു വിഷയം നമ്മൾ ചിന്തിക്കാൻ പോവാണ്. നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞു തരാനുള്ള ആകെയുള്ള എക്സാമ്പിൾ ഈശോയാണ്. ആ ഈശോ നമുക്ക് നേടിത്തന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥമൊക്കെ എടുത്ത് ഉപയോഗിക്കണം. അച്ഛൻ പറഞ്ഞു തരുന്ന വചനങ്ങളൊക്കെ ആ സമയം തന്നെ എടുത്തെടുത്ത് വായിച്ച് മുമ്പോട്ട് പോകണം. നല്ല ശ്രദ്ധയോടെ, ഒരു മിനിറ്റ് പോലും ശ്രദ്ധ പോകരുത്. ശ്രദ്ധ പോയാൽ പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം. കാരണം മുഴുവനായിട്ടൊന്ന് ശ്രദ്ധിച്ചാലേ ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് പിടികിട്ടുള്ളൂ. അതിൻ്റെ ഒരു തീവ്രത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു വലിയ കാര്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കി എടുത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒക്കെ വലിയൊരു പ്രത്യാശയോടെ നമുക്ക് ചാടി എഴുന്നേക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് അങ്ങനെ എഴുന്നേക്കണ്ടേ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം എന്തൊക്കെയോ വിഷമങ്ങളും ഒക്കെ ഉണ്ടെന്നറിയാം, ഒത്തിരി സങ്കടങ്ങളുണ്ടെന്നറിയാം, ഒരുപാട് സ്ട്രഗിൾസിലൂടെ എല്ലാവരും കടന്നു പോകുന്നുണ്ട്. അതിനൊക്കെ എഴുന്നേക്കണ്ടേ? പ്രത്യാശയ്ക്ക് നമ്മുടെ മുമ്പിൽ ഒറ്റ കാര്യമുള്ളൂ. ആ പ്രത്യാശയെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ശക്തി നൽകേണ്ട ഈശോ തന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിന്ന് ഒരു ധ്യാനത്തിന് വേണ്ടി നമ്മളൊന്ന് വചനം പറഞ്ഞ് ആരംഭിക്കാൻ തുടങ്ങുക. പൗലോസ് ശ്ലീഹ കൊരിന്തോസാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ്. പെട്ടെന്ന് എടുക്കാവോ? ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 6. കൊരിന്തോസാർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 6-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. 1 കൊരിന്തോസ് 6:20. നല്ല ബോധ്യത്തോടെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതൊരു അവസ്ഥയിലും, ജീവിതത്തെക്കുറിച്ചുള്ള ചില നിരാശകളിലും ഒക്കെ വലിയ പ്രത്യാശ നൽകേണ്ട ഒരു വചനം പൗലോസ് ശ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. 1 കൊരിന്തോസ് 6:20. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഒരിക്കൽ കൂടി ഉറക്കെ വായിച്ചേ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയോടെ ആ വചനം ഒന്ന് കേൾക്കണം, ഉള്ളിലോട്ട് നിറയണം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പൗലോസ് ശ്ലീഹ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് വലിയൊരു തുറവി നമുക്ക് തരികയാണ്, ഒരു ബോധ്യം തരികയാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പറഞ്ഞേ, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. പറഞ്ഞേ, എത്രയാണ് നിങ്ങളുടെ വില? എത്ര രൂപ കൊടുത്താൽ നിങ്ങളെ കിട്ടും? പറയൂ. 1 കോടി, 1.5 കോടി, ഓണക്കോടി ആണോ? അറിയത്തില്ല. എത്ര വില ഉണ്ടാവുന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളും വലിയൊരു ഒക്കെ പലപ്പോഴും നമ്മളിങ്ങനെ സങ്കടം പറയാറുണ്ട്. നമ്മുടെ നിരാശകളിൽ, നമ്മുടെ വേദനകളൊക്കെ നമ്മൾ പറയാറുണ്ട്. വിലകെട്ടൊരു ജീവിതം, വെറുതായിപ്പോയ ഒരു ജീവിതം, നഷ്ടമായിപ്പോയൊരു ജീവിതം, ആർക്കും ഉപകാരമില്ലാത്ത ജീവിതം, ഒരു ശാപിക്കപ്പെട്ട ജീവിതം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുമുമ്പിൽ നിൽക്കുന്ന, ഈശോയെ സ്വീകരിക്കുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് സുവിശേഷത്തിന്റെ വാഗ്ദാനം, ഒരു അപ്രൂവൽ ഇതാണ്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ഫ്രീ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകും, ഒത്തിരി സങ്കടങ്ങളിലൂടെ, കണ്ണുനീരുകളിലൂടെ പോകുന്നുണ്ടാകും, ചതിക്കപ്പെട്ടിട്ടുണ്ടാകും, ആളുകൾ പറ്റിച്ചിട്ടുണ്ടാകും. പക്ഷേ കർത്താവിന്റെ മുമ്പിൽ വിലയില്ലാത്തവരല്ല, വില കൊടുത്തു വാങ്ങിയവരാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ വിചാരിക്കും, ഈ ഇത്ര ആയുസ്സും കൊണ്ട്, ഇത്രയും വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ എന്തുണ്ടാക്കിയെടുത്തു, എന്ത് നേടിയെടുത്തു? നഷ്ടങ്ങള്, സങ്കടങ്ങള്, വേദനകള്, തെറ്റിദ്ധാരണകള് മറിച്ച് കീറിക്കളയാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകത്തിന്റെ താളുകളായിരിക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടന്ന് ഈ കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പേജും മറിക്കുമ്പോഴും കണ്ണുനീരുകള്, സങ്കടങ്ങൾ, കീറിക്കളയാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ചില കടലാസുകൾ, ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ ചില സഹനങ്ങളും സങ്കടങ്ങളും ചില തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ. ജീവിതം നഷ്ടമാണ്, വിലയില്ലാത്തൊരു ജീവിതമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, നിങ്ങളുടെ ചുറ്റുമുള്ളവർ, പ്രത്യേകിച്ച് നിങ്ങളോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകാം, വെറുതെ പാഴ്ജന്മം. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ഇച്ചിരി വില കൊടുത്ത് വാങ്ങിയവരാണ്. ചോദിച്ചില്ല എത്ര രൂപയാണ്? രൂപയ്ക്ക് വാങ്ങി നല്ല വചനത്തിൽ പറയുന്നത്, ഡോളറിന് വാങ്ങി നല്ല വചനത്തിൽ പറയുന്നത്,
വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ വിലയെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കുരിശിന് വഴി പ്രാർത്ഥന, ആ പ്രാർത്ഥന വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചു, വീണ്ടും രക്ഷിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആ ഒരു വാക്കൊന്ന് അറിയണം. എന്താണ് ഈശോ വീണ്ടെടുത്തത്? വില കൊടുത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ ആര് വില കൊടുത്ത് വാങ്ങി എന്നുള്ളതിന് ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരണം. ആര് വില കൊടുത്ത് വാങ്ങിയ ഒരു ജീവിതമാണ് നമ്മുടേത്? ഈശോ വീണ്ടെടുത്താണ്. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എനിക്ക് സ്വന്തമായിരുന്നു എന്തോന്നു. ഒരു ഉദാഹരണത്തിന്, ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്ന, ഇതിന് 40 രൂപയേ ഉള്ളൂ, അങ്ങനെയല്ല, ആ ഒരു മൂല്യമല്ല, പൈസ എണ്ണി കൊടുത്തതിൻ്റെ അല്ല, ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു ഭക്തവസ്തുവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ ജപമാല. ഞാൻ ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലിയിട്ടുള്ളത്, ഒത്തിരി എണ്ണം മുറിയിലുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ജപമാല ചൊല്ലിയത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ഒരു കൊന്ത വെച്ചിട്ടാണ്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ 40 രൂപയുടെ വിലയല്ല ഇതിനുള്ളത്. ആണോ? ഇതിനൊരു വല്ലാത്ത മൂല്യമുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ ജപമാല നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. നിങ്ങൾക്ക് സങ്കടം വരുമോ? അങ്ങനെ ജപമാലയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ വലിയ സങ്കടമൊന്നും വരില്ലായിരിക്കും അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബൈബിൾ, നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന നമ്മുടെ ജപമാല, നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന നമ്മുടെ ഒരു സ്ഥലം. പള്ളിയിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സങ്കടപ്പെടുന്നവർ, വലിയ മാനസിക സംഘർഷങ്ങളോടെ കടന്നു പോകുന്നവരുണ്ട്. ഇടവകയിലൊക്കെ ഞങ്ങൾ ഞായറാഴ്ച ഞാനിരിക്കുന്ന സ്ഥലം അതാണ്ട് അവിടെ വേറെ ആളിരിക്കും, നല്ല വലിയ സങ്കടമായിരിക്കും. നമ്മൾ വളരെ വിലയോടെ കണ്ട ഒരു സാധനം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. സങ്കടം വരുമോ? ഇപ്പൊ ഭക്തവസ്തുക്കൾ മാത്രമല്ല, നിങ്ങളുടെ ഒരു മാലയായിരിക്കാം, നിങ്ങളുടെ ഒരു വളയായിരിക്കാം, നിങ്ങളുടെ ആധാരമായിരിക്കാം, നഷ്ടപ്പെട്ടു പോയി, സങ്കടം വരും. ഇതെങ്ങനെ തിരിച്ചു കിട്ടും? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, അച്ഛന് മനസ്സിലായി, ഈ ജപമാല എല്ലാ സമയം എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് എൻ്റെ കൂടെ നടക്കുന്ന ഒരാൾക്ക് ഒരു ഇഷ്ടം തോന്നി, അച്ഛനോട് ചോദിച്ചാൽ തരികയല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവനത് അടിച്ചു മാറ്റി. ഉദാഹരണമാണ്. എടുത്തോണ്ട് പോയി കഴിയുമ്പം എനിക്കറിയാം ഇവനാണ് ഇത് എടുത്തോണ്ട് പോയെന്നറിയാം. ഞാൻ പുറകെ നടന്ന് ചോദിക്കുകയാണ്, എടാ അതെനിക്ക് തിരിച്ചു, ഞാൻ എന്തോരം വില കൊടുക്കുന്ന ഒരു സാധനമാണ്. അവനോട് പറയണം, അച്ഛാ ഞാൻ ഒരു 100 രൂപ അങ്ങോട്ട് തന്നേക്കാം. ഇല്ല മോനെ, 100 അല്ല 1000 തന്നാലും ഇത് ശരിയാവില്ല, കാരണം ഞാൻ ഒത്തിരി എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ്, ഇത് തരാൻ പറ്റില്ല. എനിക്കിത് അത്രേ ആവശ്യമാണെന്ന് അറിഞ്ഞാൽ ഈ കള്ളൻ ഡിമാൻഡ് ഇറക്കാൻ തുടങ്ങും. ശരിയല്ലേ? നമ്മൾ ഈ യുദ്ധങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പത്രത്തിലോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഈ മനുഷ്യരെ ബന്ദികളാക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ബന്ദികളാക്കും. തിരിച്ചു കിട്ടണമെങ്കിൽ എന്തോ കൊടുക്കണം. അതിനൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഇംഗ്ലീഷ് എങ്ങനെയാണ്? റാൻസം. മലയാളത്തിൽ എന്താ പറയാ? മോചന ദ്രവ്യം. അതായത് നിനക്ക് വിലപ്പെട്ടതായ ഈ വ്യക്തിയെയോ ഈ വസ്തുക്കളെയോ ഞാൻ തിരിച്ചു തരാം, പകരം നീ എനിക്ക് ഞാൻ പറയുന്നത് തരണം. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് റാൻസം അഥവാ മോചന ദ്രവ്യം. ഇപ്പോൾ ഈ ഉദാഹരണം വെച്ചുകൊണ്ട് നമ്മൾ പറയാണ്, എൻ്റെ കൂടെയുള്ള ഒരാൾ ഈ ജപമാല എടുത്തോണ്ട് പോയി, ഇതിന്റെ മൂല്യം എനിക്കും അറിയാം, അതിന്റെ മൂല്യം അറിയാവുന്നതുകൊണ്ടാണ് ഇയാൾ ഇത് എടുത്തോണ്ട് പോയത്. എനിക്കിത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയാവോ എന്ന് അറിയാവുന്ന ഈ മോഷ്ടാവ് എൻ്റെ മുമ്പേക്ക് ഒരു ഡിമാൻഡ് വെക്കും, അച്ഛൻ 100 1000 അല്ല, ഞാൻ പറയുന്നത് തന്നാൽ അച്ഛനത് തിരിച്ചെടുക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്ത് വില കൊടുത്തും ഞാനിത് തിരിച്ചു മേടിക്കാൻ ശ്രമിക്കും. ഞാൻ ആ കൊടുക്കുന്ന വിലയുടെ പേരാണ്, ഉപയോഗിക്കുന്ന വാക്കാണ് റാൻസം അഥവാ മോചനദ്രവ്യം. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണം, നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. ശരിക്കും ഇത് എൻ്റെ കയ്യിലിരിക്കുമ്പോഴും ഇത് ആ മോഷ്ടാവിന്റെ കയ്യിലിരിക്കുമ്പോഴും സത്യമായിട്ടും ഇത് ആരുടേതാണ്? എൻ്റെത് തന്നെയാണ് അല്ലേ? എൻ്റെതാണ്. ഇത് ഓൾറെഡി എൻ്റെതാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ടോ? പറ. ഇതെൻ്റെതാണ്. എടുത്തോണ്ട് പോയത് അവന്റെ തെറ്റ്, അവൻ മോഷ്ടിച്ചു, അവൻ എന്നെ ഇപ്പം ഉപദ്രവിക്കുകയാണ്, എന്നെ മാനസികമായ സംഘർഷങ്ങളിലേക്ക് വിടുകയാണ്. ഇതിപ്പോഴും എൻ്റെതാണ്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ സ്വന്തമായതുകൊണ്ട് ഇനി വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. ശ്രദ്ധിച്ചിരിക്കണേ. പക്ഷെ ഇതിപ്പോ വില കൊടുക്കാണ്ട് ഇത് കിട്ടാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു? എൻ്റെ കയ്യിലുള്ളത് എല്ലാം കൊടുത്ത്, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും മൂല്യമായിട്ട് കരുതുന്ന എൻ്റെ ജീവൻ വരെ കൊടുത്ത് ഞാനിത് തിരിച്ചെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞാനിത് തിരിച്ചെടുക്കുമ്പോ എൻ്റെ കയ്യിലുള്ള സർവ്വ പൈസയും ഞാൻ എടുത്തു കൊടുത്ത്, എൻ്റെ സമയം ഞാൻ കൊടുത്ത്, എൻ്റെ ആരോഗ്യം ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ ശരീരം തന്നെ വേണമെങ്കിൽ ഞാനൊന്ന് ബലി കഴിച്ച്, എൻ്റെ ജീവിതം തന്നെ ഒരു മോചനദ്രവ്യമായി ഞാനിത് കൊടുത്ത്, എനിക്ക് വിലപ്പെട്ട ഈ വസ്തു, ഈ സാധനം, ഈ വ്യക്തിയെ ഞാൻ തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഈ ജപമാലയെ ഞാൻ രക്ഷിച്ചുവെന്നോ ഈ ആധാരം ഞാൻ തിരിച്ചെടുത്തെന്നോ അല്ല, ഇത് ഞാൻ
വീണ്ടെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ലോങ് എക്സാമ്പിൾ ആയിപ്പോയോ? ഇത് ക്ലിയർ ആണേ. ഇത് ആരുടേതാണ്? ഇപ്പോഴും ഉള്ളിലോട്ട് നിറയണം. ഇതിപ്പോഴും ആരുടേതാണ്? എൻ്റെ കയ്യിലിരിക്കുമ്പോഴും ഇത് കട്ടോണ്ട് പോയവൻ്റെ കയ്യിലിരിക്കുമ്പോഴും ഇത് സത്യമായും എൻ്റെതാണ്. പക്ഷെ ഇത് എനിക്ക് അത്രയും വിലയേറിയതായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് മേടിച്ചെടുത്തേ മതിയാവൂ. അതിനുവേണ്ടി ഞാൻ എന്ത് സാക്രിഫൈസും ചെയ്യും. എൻ്റെ ജീവിതം വരെ കളയാൻ ഞാൻ തയ്യാറാണ്. അത്ര മൂല്യമേറിയ എൻ്റെ ജീവിതം തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ ഞാനത് കൊടുത്ത് മേടിക്കുമ്പോൾ ആ ജപമാലയെ, ആ വസ്തുവിനെ ഞാൻ സ്വതന്ത്രമാക്കുകയല്ല, ചുമ്മാ മോചിപ്പിച്ചെടുക്കുകയല്ല, ചുമ്മാ എടുത്തോണ്ട് വരികയല്ല. ഞാനത് എൻ്റെ ജീവിതം തന്നെ മോചന ദ്രവ്യമായി കൊടുത്ത് വീണ്ടെടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു രക്ഷിച്ചു, വീണ്ടും രക്ഷിച്ചു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാക്കണം ആ വാക്ക്, ആ പ്രാർത്ഥന. നിങ്ങൾ കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈശോ അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഈശോ മുട്ടുകുത്തി വീഴുമ്പോൾ, ഈശോ കുരിശിൽ കയറുമ്പോൾ എല്ലാം ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ വേദനയിലൂടെ, ഈ മുട്ടുകുത്തി വീഴുന്നതിലൂടെ, ഈ കുരിശെടുത്ത് നടക്കുന്നതിലൂടെ, ഈ കുരിശിൽ മരിക്കുന്നതിലൂടെ, ഈ രക്തം ചിന്തുന്നതിലൂടെ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആ ലോകത്തിൽ ഞാനും ഉണ്ട്, നിങ്ങളും ഉണ്ട്. ഈശോ വില കൊടുത്ത് മേടിച്ചവരാണ് നമ്മൾ. പറഞ്ഞേ ഹല്ലേലൂയാ. 1 കൊരിന്ത്യർ 6:20 മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താണ് ആ വില? ഈശോ കുരിശിൽ തൻ്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഒരു മോചന ദ്രവ്യമായി കൊടുത്ത് വീണ്ടെടുത്തവരാണ് നമ്മൾ. നാളെ ഇന്ന് ആളുകൾ കളിയാക്കാം, ശപിക്കാം, നമുക്ക് തന്നെ നമ്മളോട് തോന്നിയേക്കാം ഈ ജീവിതത്തിന് വിലയില്ല, ഇതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, ഒരു മൂല്യമില്ലാത്ത ജീവിതം. പക്ഷെ ആ മൂല്യമില്ലെന്ന് നമ്മൾ വിധി കൽപ്പിക്കുന്ന ആ ജീവന് വേണ്ടി, ആ ശരീരത്തിന് വേണ്ടി ഈശോ തൻ്റെ തിരുശരീരം മുറിച്ചു, കുരിശിൽ കയറി അവൻ വീണ്ടെടുത്ത ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളെക്കുറിച്ച് മാത്രമല്ല ഓർക്കേണ്ടത്, നമ്മുടെ അടുത്തുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകും, അവരെ കളിയാക്കാൻ, ഇവരെ കൊണ്ട് കുടവില്ല എന്ന് പറയാൻ, അവരെ ശപിക്കാൻ. ഓർത്തേക്കണം, നിങ്ങളുടെ മുമ്പിൽ അവർ ശപിക്കപ്പെട്ടവരായിരിക്കാം, നിങ്ങളുടെ മുമ്പിൽ അവർ വിലയില്ലാത്തവരായിരിക്കാം, നിങ്ങൾക്ക് 10 പൈസയുടെ ഉപകാരം തന്നിട്ടില്ലാത്തവരായിരിക്കാം. ഈശോ വില കൊടുത്ത് മേടിച്ച ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന കയ്യെപ്പിടി. എന്നാ വിലയാന്നറിയോ ആ കയ്യെപ്പിടിച്ച ആൾക്ക്? എന്താണ് അവരുടെ വില? കൈ പിടിക്കുക നന്നായിട്ട്. ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും ഒരു വിലയില്ലാത്ത ജീവിതമാണ്. എന്താണ് ആ വില എന്ന് മനസ്സിലായോ? ഈശോ കുരിശിൽ കയറി തിരുരക്തം ഒഴുക്കി വീണ്ടെടുത്ത ജീവിതമാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. മോചനദ്രവ്യം പിടികിട്ടിയോ? റാൻസം, വീണ്ടെടുപ്പ്, വീണ്ടും രക്ഷ ഈശോ നമുക്ക് തന്നത് അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈശോയെ നീ അത് തന്നില്ലല്ലോ, ഇത് തന്നില്ലോ എന്നൊക്കെ ഓർത്ത് എന്തോരം പരാതിയാണ് നമുക്ക്. ശരിയല്ലേ? എന്തോരം പരാതിയാണ്. നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം നടന്നില്ല, ഈശോയുമായിട്ട് പിണങ്ങി. നമ്മളൊരു വീട് പണി ഈശോയോട് പ്രാർത്ഥിച്ച് തുടങ്ങി, അത് പൂർത്തിയായില്ല. കട്ടിള പണി ആയപ്പോഴത്തേനും 8ന്റെ പണിയായി, പൂർത്തിയായില്ല, ഈശോയോട് പിണങ്ങി. നമ്മുടെ കല്യാണം നടക്കുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, ജോലി നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മൾ പ്രത്യാശിക്കുന്ന രീതിയിലൊന്നും ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈശോയെ തള്ളി പറയാണ്, നീ അത് തന്നില്ലല്ലോ, എന്നെ ഇങ്ങനെ സംഭവിച്ചേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചേ, ഇത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഇതിനു വേണ്ടിയിട്ടാണ്. ഈശോയെ അങ്ങ് ഏറ്റവും വില കൊടുത്ത് നേടിയെടുത്ത ആ രക്ഷയെക്കുറിച്ച്, ആ ബോധ്യത്തിൽ നിരാശയില്ലാതെ പ്രത്യാശയോടെ അങ്ങിൽ ആശ്രയിച്ച്, അങ്ങ് നേടിത്തന്ന രക്ഷയിൽ ആശ്രയിച്ച് ജീവിക്കാൻ കൃപ നൽകണമെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം, അതാണ് യഥാർത്ഥ ആത്മാവിലുള്ള ജീവിതം, അതാണ് യഥാർത്ഥ ശുശ്രൂഷ ജീവിതം, അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. ബാക്കിയെല്ലാം ചുമ്മാ. നമുക്ക് ആചാരങ്ങൾ ഉണ്ടാവാം, നമുക്ക് അനുഷ്ഠാനങ്ങൾ ഉണ്ടാകാം, നമുക്ക് ബാഹ്യ ആരാധന പ്രകടനങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആത്മാവിലുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാവുണ്ടോ? ഈ രക്ഷയെ പ്രത്യാശിച്ചുകൊണ്ട്, ആ രക്ഷയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോ വില കൊടുത്ത് മേടിച്ചെടുത്ത ജീവിതമാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടക്കുന്നതാണ് ആത്മാവിലുള്ള ജീവിതം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, ചതിക്കപ്പെട്ടവരുണ്ട്, വീട് പണി പൂർത്തിയാകാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവർ പോയുണ്ട്, ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റാതെ ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ പരാജയമായിട്ട് നിൽക്കുന്നവരുണ്ട്, ശപിക്കപ്പെട്ടു എന്ന് തോന്നുന്നവരുണ്ട്. പക്ഷേ നമ്മളെ എല്ലാവരെയും ഈശോ ഒരു വില തന്ന് രക്ഷിച്ചിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങപ്പെട്ട ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ.
നമുക്കങ്ങനെ തലയും കുമ്പിട്ടൊക്കെ നടക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞേ. അതില്ല, ഇതില്ല, അവരെ പോലെ അല്ല, ഇവരെ പോലെ അല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചീപ്പ് LKG പിള്ളേരായിട്ട് നടക്കരുത്. LKG പിള്ളേരെ ചീപ്പാക്കിയതല്ല, എനിക്ക് കുറെ LKG ഫാൻസ് ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നുവെച്ചാൽ കുഞ്ഞു ചിന്തയിൽ നടക്കേണ്ടവരല്ല ആത്മീയ മനുഷ്യർ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വചനം കേൾക്കാനൊക്കെ താല്പര്യപ്പെടുമ്പോൾ ഈ ഒരു വലിയ തിരക്കുള്ളൊരു ദിവസം, ആഘോഷിക്കേണ്ട ഒരു ദിവസം, എല്ലാ ആഘോഷങ്ങളും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്, ഈശോയുടെ വചനം പ്രാധാന്യമാണ്, ആരാധന പ്രധാനമാണെന്ന് ചിന്തിച്ച് നിങ്ങളുടെ സമയം വില കൊടുത്ത് മേടിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് സങ്കടത്തിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, എന്ത് നിരാശയിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, ഈശോ നമുക്ക് നൽകുന്ന ഒരു അപ്രൂവലാണ്. വില കൊടുത്ത് ഞാൻ വാങ്ങിയ ജീവിതമാണ്. തല പൊക്കി പിടിച്ച് നടന്നോണം. അഹങ്കാരത്തിലല്ല, ആത്മാവിലുള്ള വിശ്വാസത്തിൽ. ആത്മവിശ്വാസം എന്നുള്ള വാക്കുപോലും ഞാൻ, അതായത് ഈശോ വില കൊടുത്ത് മേടിച്ച ആ ജീവിതത്തെക്കുറിച്ച്, കർത്താവ് എന്തിനാണ് ഇങ്ങനെ വില കൊടുത്തതിനെയൊക്കെ മേടിക്കുന്നത്, ഇതാണോ ദൈവം ചെയ്യുന്നത്, എന്താണ് അങ്ങനെ വില കൊടുത്ത് മേടിച്ചതെന്നൊക്കെ നമ്മളൊന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ പോകണം. പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകം ഒന്ന് എടുക്കാമോ? പുറപ്പാട് പുസ്തകം. ദൈവം ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ വായിക്കുന്നതാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം. നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടി വചനമൊക്കെ വായിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ചരിത്രം വീണ്ടും പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ അടിമത്തം, അതിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ജനം പുറത്തേക്ക് വരുന്നു, ദൈവം അവരെ നയിക്കുന്നു. മോശയെ മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവ് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ വേദനകളും രോദനങ്ങളും ഒക്കെ കാണുന്ന ദൈവമാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറയുന്നു. രക്ഷിക്കും. ആ രക്ഷയെക്കുറിച്ച്, എങ്ങനെയാണ് രക്ഷ സാധ്യമാക്കിയതിനെ കുറിച്ച് ബൈബിൾ വിശുദ്ധങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് ആ വചനത്തിലേക്ക് ചിന്തിക്കുന്നതിന് മുമ്പ്, ഈശോ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഈശോയെക്കുറിച്ചും കേട്ടൊരു വാക്കിതാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈശോയെക്കുറിച്ചുള്ള മറ്റൊരു അഭിസംബോധനയാണ് രക്ഷകൻ, സേവിയർ. രക്ഷകൻ, സേവിയർ. കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പറയണത് കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സേവിയർ, റെഡീമർ, 2 വാക്കുകളാണ്. സേവിയർ, റെഡീമർ. സേവിയർ എന്ന് വെച്ചാൽ എന്താ? എന്നെ സേവ് ചെയ്ത ഒരാൾ, എന്നെ രക്ഷിച്ച ഒരാൾ, രക്ഷകൻ. ഈ വാക്കറിയാം, ഈ വാക്ക് കേട്ടിട്ടുണ്ട്. ഈശോ രക്ഷകൻ, ഏക രക്ഷകൻ, സേവിയർ. അവൻ തൻ്റെ ജനത്തെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കും, രക്ഷിക്കും. മറ്റൊരു വാക്കാണ് ഈ റെഡീമർ. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ഈശോയുടെ സ്റ്റാച്ചു ആണ് ക്രൈസ്റ്റ് റെഡീമർ. ബ്രസീലിലെ വലിയൊരു ഈശോ ഇങ്ങനെ കൈവിരിച്ച് പിടിച്ചിരിക്കുന്ന ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്, ക്രൈസ്റ്റ് റെഡീമർ, ഈശോ രക്ഷകൻ. പക്ഷെ ആ രക്ഷയേക്കാൾ സുന്ദരമായ ഒരു ട്രാൻസ്ലേഷൻ ആണ് വീണ്ടെടുപ്പ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കുക, സേവ് മീ, എന്നെ രക്ഷിക്കുക. റിഡീം, എന്നെ വീണ്ടെടുക്കുക. കിട്ടുന്നുണ്ടോ? ഒന്ന് പറയാമോ? പറഞ്ഞു നോക്കി, പറഞ്ഞാലേ കിട്ടുള്ളൂ. സേവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? രക്ഷിക്കുക, സേവിയർ, രക്ഷകൻ. റിഡീം ചെയ്യാന്ന് വെച്ചാൽ എന്താ? വീണ്ടെടുക്കുക. അതായത് നിങ്ങൾക്ക് അവകാശമുള്ള ഒന്ന് നിങ്ങൾ പോയി മേടിച്ചെടുക്കുക, അതാണ് റിഡീം ചെയ്തെടുക്കുക. നിങ്ങൾ ഈ ചില തുണിക്കടയിലൊക്കെ പോകുമ്പോൾ തന്നെ, എനിക്ക് വല്ലപ്പോഴൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ, നിങ്ങൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ അവിടെ നമ്മളോട് ഇങ്ങനെ പറയും, ഒരു 100 രൂപ 200 രൂപയും കൂടെ തന്നാൽ ഒരു കാർഡ് തരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഓഫറൊക്കെ വരുന്ന സമയത്ത് എന്താ അതിന് പറയാം, ഒരു കുറിയൊക്കെ തരില്ലേ അവർ, മുറിച്ച് 2-3 എണ്ണം. അടുത്ത തവണ വരുമ്പോഴത്തേനും നിങ്ങൾക്കിത് എന്ത് ചെയ്തെടുക്കാന്ന് പറയണേ? എന്ത് ചെയ്തെടുക്കാം? റിഡീം ചെയ്തെടുക്കാം. റിഡീം ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ ഇത് ശരിക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, പക്ഷെ ഇപ്പൊ കയ്യിലോട്ട് കിട്ടില്ല. അടുത്ത പർച്ചേസിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇത് റിഡീം ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു 1500 രൂപയ്ക്ക് സാധനം എടുക്കുന്നു, 250 രൂപയുടെ വൗച്ചർ, ആ വാക്കാണ് വായി വരുന്നില്ല, വൗച്ചർ കിട്ടും. 1500 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു 250 രൂപയുടെ വൗച്ചർ തരുന്നു. ആ 250 രൂപ നിങ്ങൾക്ക് അവിടെ കുറച്ച് കിട്ടില്ല. എപ്പോഴാണ് കുറച്ച് കിട്ടുന്നത്? അടുത്ത തവണ. ഇതൊരു ബിസിനസ് ടെക്നിക്കാണ്, പെട്ടുപോയേക്കല്ലേ കേട്ടോ, ഇതൊരു ബിസിനസ് ടെക്നിക്കാണ്. അടുത്ത തവണ നിങ്ങളെ അങ്ങോട്ട് വരുത്തണം. നിങ്ങൾക്ക് ഒരാവശ്യമില്ല, ഒരു തുണി മേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും 250 രൂപ കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വി മലയാളീസ് വി ഗോ. നഷ്ടമാണ് ശരിക്കും നമുക്ക്, കാരണം നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം കൂടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ അങ്ങനെയാണ് കടകൾ വളരുന്നത്. ഓക്കെ, ഫൈൻ. ഇത് ശരിക്കും 250 രൂപ നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, നിങ്ങൾക്കത് മേടിച്ചെടുക്കുകയാണ്, നിങ്ങളത് വീണ്ടെടുക്കുകയാണ്, നിങ്ങളത് റിഡീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈശോയെ കുറിച്ചുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ഹീസ് ദ സേവിയർ, അവൻ രക്ഷകനാണ്, ആൻഡ് ഹീസ് ദ റിഡീമർ, അവൻ വീണ്ടെടുക്കുന്നവനാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതിനൊരു വ്യത്യാസമുണ്ട്, രക്ഷിച്ചെടുക്കുക, വീണ്ടെടുക്കുക. പഴയ നിയമത്തിലേക്ക് വരിക, പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്, ഐ എം ദ ലോർഡ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. അതൊന്ന് അടയാളപ്പെടുത്തിയിട്ടു ഒരു വാക്കാണ്, നിങ്ങളെ ഞാൻ, ഉറക്കെ പറ, നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. 2,
നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തുക. ഒന്ന്, മോചിപ്പിക്കും. രണ്ട്, നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. മൂന്നാമത്തത്, കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. 3 വാക്കുകളാണ്: മോചിപ്പിക്കും, രക്ഷിക്കും, നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. 3 കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുന്ന് നമ്മളെ മോചിപ്പിക്കുന്നു. 2, സ്വതന്ത്രരാക്കുന്നു. 3, വീണ്ടെടുക്കുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, ഒരു കള്ളൻ പിടിച്ചോണ്ട് പോയിരിക്കുകയാണ്. 1, അയാളെ മോചിപ്പിക്കുന്നു. കിട്ടുന്നുണ്ടോ? മോചിപ്പിക്കുമ്പോഴേ രണ്ടാമത്തെ കാര്യം കൂടെ നടക്കാണ്. അയാളെ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. അത് മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ മോചിപ്പിക്കാം, ഒരാളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാം. പക്ഷെ ഈശോയ്ക്ക് മാത്രം, ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ത്? വീണ്ടെടുക്കുക. നമ്മളെ വീണ്ടെടുക്കുക. ഇപ്പൊ ഇസ്രായേൽക്കാരെ ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്നല്ല നമ്മൾ വായിക്കുക. എന്താണ് വായിക്കേണ്ടത്? ശരിക്കും വചനം അങ്ങനെയാണ് പറയുക. അവരെ മോചിപ്പിച്ചു, സ്വതന്ത്രരാക്കി, തീർന്നില്ല, വീണ്ടെടുത്തു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ വലതുകരം പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മറന്നു പോവോ? ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ വചന ധ്യാനത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പറയും, ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച കർത്താവിന് നന്ദി, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച കർത്താവിന് നന്ദി. തീർന്നില്ല. വചനം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അവരെ സ്വതന്ത്രരാക്കുകയോ മോചിപ്പിക്കുകയോ മാത്രമല്ല ചെയ്തത്, അവരെ വീണ്ടെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടെടുക്കുക എന്ന് വെച്ചാൽ എന്നാന്ന് മുമ്പേ പറഞ്ഞായിരുന്നു. വീണ്ടെടുക്കുന്നത് എന്താണ്? നിന്റെ സ്വന്തമായതിനെയാണ് വീണ്ടെടുക്കുന്നത്. മറന്നു വായിക്കരുത്. നിന്റെ സ്വന്തമായതിനെയാണ് വീണ്ടെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രവും ഇസ്രായേൽക്കാരുടെ ജീവിതവും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇത് ബൈബിളിലെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിലും ഈശോ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. അവൻ രക്ഷകനായി വന്നിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളെ മോചിപ്പിക്കുകയോ സ്വാതന്ത്ര്യം നൽകുകയോ മാത്രമല്ല, വില കൊടുത്ത് ഈശോ നമ്മളെ വീണ്ടെടുക്കുന്നു. വീണ്ടെടുക്കുന്നത് സ്വന്തമായതിനെയാണ്. അങ്ങനെയെങ്കിൽ എന്നെ വീണ്ടെടുത്തെങ്കിൽ, കുരിശിൽ മരിച്ച് രക്തം ചിന്തി എനിക്ക് പാപമോചനം തന്ന് എന്നെ രക്ഷിക്കുകയും എന്നെ മോചിപ്പിക്കുകയും എന്നെ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉറപ്പാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ആദ്യത്തെ കാര്യം 1 കൊരിന്ത്യർ 6:20, ഞാൻ വില കൊടുത്ത് വാങ്ങപ്പെട്ട ജീവിതമാണ്. 2, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. ഞാൻ ഈശോയുടെ സ്വന്തമായതുകൊണ്ടാണ് ഞാൻ പാപത്തിൽ വീണിട്ടും, ഞാൻ സങ്കടപ്പെട്ടിട്ടും, ഞാൻ ഒരുപക്ഷെ ഈശോയിൽ നിന്ന് ഓടി അകന്നു പോയിട്ടും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും സ്വന്തം രക്തമൊഴുക്കി കുരിശിൽ അവൻ എന്നെ വീണ്ടെടുത്തത് ഒറ്റ കാരണം, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് അഭിമാനിക്കാൻ, നമുക്ക് സന്തോഷിക്കാൻ എന്നെ വേണമെന്ന് ഇത് മനസ്സിലായ ഈ മനുഷ്യ ജീവിതം രക്ഷപ്പെട്ടു. നമുക്കിത് തലയ്ക്കകത്തോട്ടല്ല, ഹൃദയത്തിലോട്ട് ഇത് കയറുന്നില്ല. വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്നും ഈശോയുടെ സ്വന്തമാണെന്നും അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റും? അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് എത്ര കാലം മാറ്റി നിർത്താൻ പറ്റും? അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ ശപിക്കാൻ പറ്റും? അങ്ങനെ ഒരു ജീവിതത്തെ നോക്കിയിട്ട് ഇത് കൊള്ളത്തില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? അങ്ങനെ ഒരു ജീവിതത്തെ ഒരു കയർത്തുണ്ടിൽ, ഒരു വിഷക്കുപ്പിയിൽ നിങ്ങൾക്ക് എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? അങ്ങനെ ഒരു ജീവിതത്തെ നോക്കി നിരാശപ്പെട്ടിരിക്കാൻ, പരാതിപ്പെട്ടിരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ജോലി നഷ്ടപ്പെട്ട നിന്നോട്, കല്യാണം നടക്കാത്ത നിന്നോട്, ഈ സങ്കടപ്പെട്ടിരിക്കുന്ന നിന്നോട് ഇപ്പോഴും ഈശോയുടെ വചനം പറയുന്നതാണ്, ജോലി പോയാലും, നഷ്ടങ്ങൾ വന്നാലും, രോഗത്തിന് അടിമപ്പെട്ടു പോയാലും, കടം കയറി നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, നിന്റെ ജീവിതം ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഞാൻ കുരിശിൽ വില കൊടുത്തു വാങ്ങിയ എൻ്റെ സ്വന്തം കുഞ്ഞാണ് നീ. നിന്നെ തോപ്പിക്കാൻ കടത്തിനോ രോഗത്തിനോ മനുഷ്യർക്കോ സങ്കടങ്ങൾക്കോ പിശാചിനോ പോലും ആവില്ല. കാരണം കുരിശിൽ അവൻ നേടിയെടുത്ത വിജയം കടത്തിന്റെ മേലോ രോഗത്തിന്റെ മേലോ മാത്രമല്ല, പാപത്തിന്റെ മേലോ മാത്രമല്ല, പിശാചിന്റെ മേൽ, മരണത്തിന്റെ മേൽ വിജയം വരിച്ച ഒരാൾ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വലതുകൊടുത്ത് പറ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മോശയോട് കർത്താവ് ഇങ്ങനെയാണ് പറയുക, ഞാൻ എൻ്റെ ജനത്തെ മോചിപ്പിക്കും. ഐ വിൽ ബ്രിങ് ദം ഔട്ട്. ഞാൻ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ഐ വിൽ ഡെലിവർ ദം, ഐ വിൽ സേവ് ദം. അവരെ വീണ്ടെടുക്കും. ഐ വിൽ റിഡീം. കിട്ടുന്നുണ്ടോ? വില കൊടുത്ത് മേടിച്ചെടുക്കുക. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. തൊട്ട് മുമ്പിലുള്ള ഒരു വാക്യം കൂടെ വായിക്കണേ. 6:5 പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഉറക്കെ വായിക്കാം. ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു, എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. നല്ല ശ്രദ്ധയോടെ ഒന്നിരിക്കണം. കർത്താവ് ഇങ്ങനെ അവരെ മോചിപ്പിക്കാനും, ഞാൻ ഇച്ചിരി പതുക്കെ പോകുന്നത് എനിക്കൊന്ന് ഉള്ളിലോട്ട് കയറാനാണ്. ഇച്ചിരി മനസ്സിലായില്ലെങ്കിൽ പിന്നീട് യൂട്യൂബിൽ വരുമ്പോൾ കണ്ടോ, 2x സ്പീഡിലൊക്കെ ഇട്ട് കണ്ടാൽ മതി. ഇച്ചിരി സ്ലോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇച്ചിരി സ്പീഡിലൊക്കെ ഇട്ടും. ഞാൻ ചില വീഡിയോയൊക്കെ അങ്ങനെ കാണാറുള്ളൂ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്
ഭയങ്കര സ്പീഡിൽ കാണുള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെ കണ്ടോ? കുഴപ്പമൊന്നുമില്ല, കാര്യം മനസ്സിലായാൽ മതി. ഈശോ, ദൈവം എന്തിനാണ് ഇവരെ മോചിപ്പിക്കുകയും അതിൻ്റെ പിന്നിലുള്ള കാരണം, അവരെ മോചിപ്പിക്കാനും സ്വതന്ത്രമാക്കാനും വീണ്ടെടുക്കാനുമുള്ള കാരണം, ഒന്ന്, അവരുടെ ദീനരോധനം ഞാൻ കേട്ടു എന്നാണ് കർത്താവ് പറയുന്നത്. ശരിയല്ലേ? കേട്ടപ്പോൾ കർത്താവ് എന്നാ ചെയ്ത്? കേട്ടപ്പോൾ കർത്താവ് എന്തോ ചെയ്തു? കേട്ട ഉടനെ അവരെ മോചിപ്പിക്കുകയോ വീണ്ടെടുക്കുകയല്ലേ ചെയ്തത്. കേട്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? 5-ാമത്തെ വാക്യം വായിച്ച്, ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു. കേട്ടപ്പോ എന്റെ ഉടമ്പടി ഞാൻ ഓർത്തു. ആരുടെ ഉടമ്പടി? കർത്താവ് തന്റെ ജനത്തോട് ചെയ്ത ഉടമ്പടി. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാകണം. ഉടമ്പടി വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഞാനിത് പലതവണ ആവർത്തിച്ചുള്ളതാണ്, ഒരു ധ്യാനം മുഴുവൻ ഈ ഉടമ്പടിയെ കുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുസഭയിലെ മക്കൾ ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിൾ അവതരിപ്പിക്കുന്ന ഏക ഉടമ്പടിയെ കുറിച്ച് ഒരു 12ഓളം ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. സമയം ഉള്ളപ്പോൾ യൂട്യൂബിലിട്ട് കാണുക, ഇത് മനസ്സിലാക്കി എടുക്കണം. ദൈവം ചെയ്ത ഉടമ്പടി, വിശുദ്ധ ഗ്രന്ഥത്തിലെ വൺ ആൻഡ് സിംഗിൾ ഉടമ്പടി, ദൈവം ജനമായിട്ടും ജനം ദൈവവുമായിട്ടും മാത്രം ചെയ്യുന്ന ആ ഉടമ്പടിയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഇവരുടെ സങ്കടം കേട്ടപ്പോ, ഇവരുടെ വേദന കേട്ടപ്പം ദൈവം ആ ഉടമ്പടി ഓർത്തു. എന്താണ് ഉടമ്പടി? ദൈവം ചെയ്ത ഉടമ്പടി എന്താണ്? വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ഉടമ്പടി സ്റ്റേറ്റ്മെന്റ് ഒരൊറ്റ ഒരു കാര്യം മാത്രമാണ്. ദൈവം ജനത്തോട് ഉടമ്പടി ചെയ്താൽ അതിന്റെ പിന്നിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഉടമ്പടി വാഗ്ദാനം, വാക്കിതാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഇതാണ് ഉടമ്പടി. ജനം എന്താ റെസ്പോണ്ട് ചെയ്യുന്നത്? ആമേൻ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഏക ദൈവവും ഞങ്ങൾ അങ്ങയുടെ ജനവുമാണ്. ഈ ഉടമ്പടി മറക്കുമ്പോ, ഈ ഉടമ്പടി തെറ്റിക്കുമ്പോഴാണ് ജനം പാപത്തിലേക്ക് പോകുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇസ്രായേൽ ജനം ഉടമ്പടി തെറ്റിച്ചപ്പോ അവർ പാപത്തിലേക്ക്, പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്കൊക്കെ പോയി. കർത്താവ് പറയാണ്, ആ പ്രവാസത്തിൽ കിടക്കുമ്പോഴും ആ അടിമത്തത്തിൽ കിടക്കുമ്പോഴും കർത്താവ് അവരുടെ ദീനരോധനം കേട്ടപ്പോ അവരുടെ ഉടമ്പടി ഓർത്തു. ഉടമ്പടി ഓർത്തു എന്ന് വെച്ചാൽ കർത്താവ് എന്നാ ഓർത്തെന്ന് പിടികിട്ടുന്നുണ്ടോ? ഈ പാപം ചെയ്തവർ, ഈ അടിമത്തത്തിൽ പോയവർ, ഈ സങ്കടപ്പെട്ട് കരയുന്ന ഈ മക്കൾ ആരാണ്? എന്റെ ജനമാണ്. പിടികിട്ടുന്നുണ്ടോ? ഉടമ്പടി ഓർത്തെന്ന് വെച്ചാൽ എന്താ? ഉടമ്പടി ഓർത്തെന്ന് വെച്ചാൽ എന്താ മനസ്സിലായോ? അതായത് ഈ ജനം എന്റെ സ്വന്തമാണ്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ഇന്ന് ഈ ഒരു വചനം കേൾക്കുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, ഈശോയെ, എനിക്ക് വീടില്ല, എനിക്ക് കുഞ്ഞുങ്ങളില്ല, എൻ്റെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം തടസ്സപ്പെട്ട് നിൽക്കുന്നു, എനിക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഞാൻ സംഘർഷങ്ങളിലൂടെ കടന്നു പോവാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കരയുമ്പോൾ കർത്താവ് ഓർക്കുന്നത് നിങ്ങളെ അല്ല, നിങ്ങൾ ചെയ്ത നന്മകളല്ല, നിങ്ങൾ ചെയ്തു കൂട്ടിയ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൂട്ടിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ഉണ്ട്. കർത്താവ് ഓർക്കുന്നത് എന്താണ്? വചനം നമ്മുടെ മുമ്പിൽ പറയാ, കർത്താവ് ഉടമ്പടി ഓർക്കുന്നു. ഉടമ്പടി എന്താണ്? ഈ കരയുന്ന ഞാൻ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെതാന്ന് ദൈവത്തിന് മറന്നുപോയിട്ടല്ല, ദൈവം ഓർക്കുമ്പോ എന്നാ ചെയ്യുന്നേ? മോചിപ്പിക്കും, സ്വാതന്ത്ര്യം നൽകും, വില കൊടുത്ത് വീണ്ടെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം എടുക്കാമോ? പുറപ്പാടിൽ നിന്ന് മുമ്പോട്ട് മറിക്കുക. ഈ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ലേവ്യർക്ക് കൊടുത്ത, അല്ലെങ്കിൽ ദൈവജനത്തിന് കൊടുത്ത ഒരു നിയമമാണ് വീണ്ടെടുപ്പ് നിയമം. ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം. ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം. ഒന്ന് വായിക്കാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ലേവ്യരുടെ പുസ്തകമൊക്കെ ഒരിക്കലും വായിക്കാത്ത പുസ്തകമാണല്ലോ അല്ലേ? നോക്കൂ, ആ പേജുകൾ വെളുത്തിരിക്കുന്നു. തൊട്ടില്ല, ലേവ്യരുടെ പുസ്തകം തൊടില്ല, പക്ഷെ അതിനകത്ത് വായിക്കണം. മറ്റു പുസ്തകങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വായിച്ചാൽ ഒത്തിരി സുന്ദരമായ, ഒത്തിരി ബ്യൂട്ടിഫുള്ളായ കാര്യമാണ് പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിന്റെ 23 മുതലുള്ള ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്, എന്തെന്നാൽ ഭൂമി എന്റേതാണ്, നിങ്ങൾ പരദേശികളും കുടികിടപ്പുമാരാണ്. എന്ന് വെച്ചാൽ കർത്താവ് പറയാണ്, നിങ്ങൾ മാത്രമല്ല, ഈ ഭൂമി ആരുടേതാണ്? എന്റേതാണ്. അടുത്ത ശ്രദ്ധിച്ച് കേൾക്കണം. നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ആ വാക്ക് ഓർക്കണേ, ഭൂമി വീണ്ടെടുക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഓർക്കണം. ആരേലും അടിച്ചോണ്ട് പോയാലും അതിപ്പോഴും നിന്റേതാണ്, നീ എങ്ങനെയെങ്കിലും അത് തിരിച്ചു മേടിക്കണം, നിന്റെ സ്വന്തമാണ്. വീണ്ടെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. 25-ാമത്തെ വാക്യം, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. ശ്രദ്ധിക്കാൻ, കർത്താവിന്റെ കൽപ്പന സിമ്പിളായിട്ട് ഇങ്ങനെയാണ്. അതായത് നിനക്ക് തന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവർ ഈ ഇസ്രായേലിന്റെ ഈ ഈജിപ്ത് ദേശത്ത് നിന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ് അല്ലേ? ആണോ? അയ്യോ, തലയാട്ട് ആണ്. കർത്താവ് കൊടുത്ത കുറേ കൽപ്പനകളാണ് ഈ ലേവ്യരുടെ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും നിയമാവർത്തനത്തിലും ഒക്കെ നമ്മൾ കാണുക. അതിനകത്ത് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള നിയമം ഇതാണ്.
നിങ്ങൾ ചെല്ലുന്ന സ്ഥലം, നിങ്ങൾ സ്വന്തമാക്കുന്ന സ്ഥലം വിൽക്കരുത്. കിട്ടുന്നുണ്ടോ? അയ്യോ സങ്കടമായല്ലോ. എൻ്റെ ആത്മീയ അർത്ഥം പിടികിട്ട് നന്നായിട്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം വിൽക്കരുത്. ആ ദേശത്ത് ഒരു നിയമം ഉണ്ടാകണം. നിയമം ഇതാണ്, വീണ്ടെടുപ്പ് നിയമം. അതായത് നിനക്കിത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചെടുക്കാനുള്ള ഒരു നിയമം ഉണ്ടായിരിക്കണം. എന്നിട്ട് 25-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇപ്പം നമ്മളൊരു കുടുംബമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കൾ ഒരു 5 സഹോദരന്മാർ ജീവിക്കുന്നു. ഫോർ എക്സാമ്പിൾ, കോട്ടയം ജില്ലയിൽ നമ്മൾ ഒരു പ്ലോട്ടൊക്കെ എടുത്ത് നമ്മൾ 5 പേര്, നമ്മൾ 5 സഹോദരന്മാർ വീടൊക്കെ പണിത് താമസിക്കുന്നു. 4 പേര് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നു. 5-ാമത്തെ ആൾ വല്ലാത്ത ദാരിദ്ര്യത്തിലായിപ്പോയി. ചിലപ്പോൾ ഒരു നഷ്ടം ഉണ്ടായതായിരിക്കാം, ബിസിനസ് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അയാളുടെ മുമ്പിൽ വേറെ ഒരു വഴിയില്ല, ഈ സ്ഥലം വിൽക്കണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഈ സ്ഥലം വിൽക്കാതെ ഈ കടം മാറില്ല. ഇയാളുടെ മുമ്പിൽ ഇപ്പം സഹോദരന്മാർക്ക് സഹായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് പറ്റുന്നില്ല, അത്രയും വലിയ കടമായിട്ട് നിൽക്കുകയാണ്. വീടും സ്ഥലവും വിൽക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല, സ്ഥലം വിൽക്കുന്നു. ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് സ്ഥലം വിൽക്കരുത്. ഇയാൾക്ക് വേറെ വഴിയില്ല, ഇയാൾ വിറ്റു. വിറ്റാൽ എന്ത് ചെയ്യണം? 25-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കാം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് എങ്ങനെ എടുക്കണം? വീണ്ടെടുക്കണം. വില കൊടുത്ത് അത് മേടിച്ചെടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. കിട്ടുന്നുണ്ടോ? അതായത് ഒരു ബന്ധുവിന്റെ ജോലി എന്താണ്? ഈ നിന്റെ സഹോദരന് എന്തേലും സാമ്പത്തിക നഷ്ടമോ ദാരിദ്ര്യമോ കാരണം അവന്റെ സ്ഥലം വിൽക്കേണ്ടി വന്നാൽ അടുത്ത ബന്ധു, ഈ സ്വന്തക്കാരൻ ഇത് മേടിച്ചെടുക്കണം. എങ്ങനെയെങ്കിലും മേടിച്ചെടുത്ത് ഇവനത് കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്ത് രസമായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. പണ്ടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഈജിപ്തിലായിരുന്നാലും കുഴപ്പമില്ല അല്ലേ? ഇപ്പോൾ വേണ്ട, എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ കുളമാകും. അത് അന്ധകാലത്തെ ഒരു സുന്ദരമായ നിയമമായിരുന്നു. ഇനി ഇതിൻ്റെ പിന്നീട് നിങ്ങൾ വായിക്കണേ, ഈ വീണ്ടെടുപ്പ് നിയമം ഒരു 7 കൊല്ലം ഇല്ലെങ്കിൽ ജൂബിലി വർഷം, 10 വർഷത്തെ ജൂബിലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് 9 വർഷമായിട്ടും ഇവനിത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. 10-ാം വർഷം എന്നാ ചെയ്യണമെന്നറിയോ? അതാണ് വീണ്ടെടുപ്പ് നിയമം ഭൂമിയിൽ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇത് മേടിച്ചെടുത്തവൻ 10-ാം വർഷം അത് തിരിച്ചു കൊടുക്കണം. കിട്ടുന്നുണ്ടോ? അതായത് എൻ്റെ സഹോദരൻ, ഈ 5 പേരിൽ ഒരാൾ സ്ഥലം വിറ്റു, ഞങ്ങൾ 4 പേർക്കും ഇത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് മേടിച്ച ഒരാളുണ്ടല്ലോ, 10-ാം വർഷം അയാൾ അത് തിരിച്ചു കൊടുക്കണം. കാരണം ഭൂമി ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ആ ഭൂമി ആർക്ക് കൊടുത്തിരിക്കുന്നോ ആ സ്ഥലവും ആ വ്യക്തിയും കർത്താവിൻ്റെതാണ്. അതാരും മേടിക്കരുത്, അതാർക്കും കൊടുക്കരുത്. ഇതായിരുന്നു അവിടുത്തെ ഒരു നിയമം, വീണ്ടെടുപ്പ് നിയമം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ ഈ പറഞ്ഞ എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്യാണ്. ഈശോ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ ഈശോയുടെ സ്വന്തമായതുകൊണ്ടാണ്. ആ ഉടമ്പടി ഓർത്തുകൊണ്ടാണ്. സ്വന്തമാണെന്നുള്ളത് ഉടമ്പടി പ്രകാരമാണ്. ഞാൻ ദൈവത്തിന്റെ സ്വന്തം, ദൈവം എന്റെയും സ്വന്തം. സ്വന്തമായതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഒരു നിയമം. ലേവ്യരുടെ പുസ്തകത്തിൽ ആ നിയമമാണ് പറയുക. മാനുഷികമായ ലെവലിൽ നിന്റെ സഹോദരൻ നിന്റെ സ്വന്തമാണ്. കിട്ടുന്നുണ്ടോ? അപ്പൊ അവന് നഷ്ടപ്പെട്ടു പോയ സ്ഥലവും ആരുടേതാണ്? ശരിക്കും നിന്റേതാണ്. അപ്പൊ നീ അവന് വേണ്ടി നീ അത് വില കൊടുത്ത് മേടിച്ചെടുക്കണം. കാരണം നിന്റെ കുടുംബമാണ്, നിന്റെ സ്വന്തമാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നോക്ക്, അങ്ങനെയെങ്കിൽ ഈശോ കുരിശിൽ തിരുരക്തം ചിന്തി, കുരിശിൽ പാടുപീഡകൾ സഹിച്ച് മരിച്ച് അവൻ നമുക്ക് നിത്യരക്ഷ വീണ്ടെടുത്ത് തന്നെങ്കിൽ, പാപത്തിൽ നമ്മളെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിച്ച് നമുക്ക് ജീവൻ വീണ്ടെടുത്ത് തന്നെങ്കിൽ, അതിൻ്റെ പിന്നിൽ കർത്താവ് നമ്മുടെ രോദനം കേട്ടു, നമ്മുടെ പാപങ്ങൾ കണ്ടു, നമ്മുടെ സങ്കടങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അവൻ അത് ഉടമ്പടി ഓർത്തു. ഈ കരയുന്ന ഇവൻ, ഈ പാപിയും എൻ്റെ സ്വന്തമാണ്. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ അന്ന് അവിടെയുള്ള യോഹന്നാനെ കുറിച്ച് മാത്രമല്ല ചിന്തിച്ചത്, ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മളെക്കുറിച്ചും ചിന്തിച്ചു. ഇവനും ഇവളും എൻ്റെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വന്തമായതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് രക്ഷകന്റെ, റിഡീമറിന്റെ, വീണ്ടെടുക്കുന്നവന്റെ ലക്ഷ്യം. ഈശോ വീണ്ടെടുത്തു, വില കൊടുത്ത്. കാരണം നമ്മൾ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തം. ശക്തിയോട് പറ ഹല്ലേലൂയാ. നമ്മൾ ഉടമ്പടിയാണ് കർത്താവ് ഓർക്കുന്നതെന്ന് പറഞ്ഞു. ഉടമ്പടി ഓർക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം ഓർക്കുന്നു, ഒപ്പം നമ്മളെ സ്വതന്ത്രമാക്കുന്നു, റിഡീം ചെയ്യുന്നു, വീണ്ടെടുക്കുന്നു, വീണ്ടെടുത്ത് രക്ഷിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പുറപ്പാട് ദിവസം 24-ാമത്തെ അധ്യായത്തിലേക്ക് വരാമോ? അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിച്ചേ. ഉടമ്പടിയെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കണം, എന്നാലേ നമുക്ക് ഈ വീണ്ടെടുപ്പ് നന്നായിട്ട് മനസ്സിലാവും. ഈശോ നേടിത്തന്നത് വെറും ഭൗതികമായ കുറെ അനുഗ്രഹങ്ങളല്ല. അതിനുവേണ്ടി അല്ല നമ്മൾ ഈ കിടന്ന് ഓടേണ്ടത്. ഈശോ ഈ ഉടമ്പടി ചെയ്യുന്നതും ഈശോ ഈ വീണ്ടെടുപ്പ് നടത്തുന്നതും കടത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ വേദനകളിൽ നിന്നോ ഒന്നും അല്ല. അതൊക്കെ സംഭവിക്കും. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈശോ ഈ ഉടമ്പടി ചെയ്തതും ദൈവം ഈ ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം ടൈറ്റിൽ എന്ന് വായിച്ചേ.
ഉടമ്പടി ഉറപ്പിക്കുന്നു. ഉടമ്പടി ചെയ്തു, ഉടമ്പടി ഉറപ്പിക്കുന്നു. മൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. അവർ ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, 24:3. മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. ഉറക്കെ വായിച്ചോ. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏക സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ഉടമ്പടി ഉറപ്പിച്ച സ്റ്റേറ്റ്മെന്റിംഗ് ആണ്, അത്രയും കാലം കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇനി അനുസരിച്ചോളാം. കൺഫേംഡ്, ഒരു കവണന്റ് ഉറപ്പിക്കുകയാണ്. ഞങ്ങൾ അങ്ങയുടെ സ്വന്തം, അങ്ങ് പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടോളാം. ഇനി അങ്ങനെ ഉടമ്പടി വാക്കിലൂടെ മാത്രമല്ല ഉറപ്പിക്കുന്നത്, ഒരു പ്രവൃത്തി മോശ ചെയ്യുന്നുണ്ട്. ശ്രദ്ധയോടെ വായിക്കുക, വായിച്ചു കേൾക്കണം. 6-ാമത്തെ വാക്യം മുതൽ മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. ദൈവത്തിനോട് ദൈവജനം ഒരു വാക്ക് കൊടുത്തു, അങ്ങ് പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടോളാം, കാരണം ഞങ്ങൾ അങ്ങയുടെ ജനമാണ്, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ഈ വാക്കിലൂടെ മാത്രമല്ല ഉടമ്പടി ഉറപ്പിച്ചത്. മോശ ഒരു കാര്യം ചെയ്യാണ്, ബലിയർപ്പിച്ചു. നമുക്കതറിയാലോ, കാളക്കുട്ടീനെ ആട്ടുംകുഞ്ഞിനെയൊക്കെ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ബലിയർപ്പിച്ചു. ബലിയർപ്പിച്ച രക്തം മോശ എന്ത് ചെയ്തു? 6-ാമത്തെ വാക്യം, മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ, ഒരു കുഞ്ഞാടിനെ നമ്മൾ ഇവിടെ വെച്ച് ബലിയർപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. മോശ എന്നാ ചെയ്യുന്നേ? പാത്രങ്ങളിലാക്കി. എന്ത്? മറുപടി പറ. എന്ത്? രക്തം പാത്രത്തിലാക്കി. ഒരു പകുതി അവിടെ വെച്ചു, മറ്റേ പകുതി എന്നാ ചെയ്തു? ബലിപീഠത്തിന്മേൽ തളിച്ചു. ഈ ബലിപീഠം എന്തിന്റെ അടയാളമാണ്? ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ബലിപീഠം, ആണല്ലോ. ബലിപീഠം ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. കുറച്ച് രക്തം എടുത്ത് എവിടെ തളിച്ചു? ബലിപീഠത്തിൽ തളിച്ചു. ഇനി ശ്രദ്ധിച്ചു കേട്ടെ, 7-ാമത്തെ വാക്യം, അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. വീണ്ടും ഉടമ്പടി വാക്കിലൂടെ ഉറപ്പിക്കണം. അവിടെ നമ്മൾ വായിക്കണം, ഉടമ്പടി 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 ഗ്രന്ഥം. അതേതാണത്? ഉടമ്പടി ഗ്രന്ഥം. അതേത് പുസ്തകമാണത്? കാറ്റക്കിസമാണോ? ഏതാണ് ഈ ഉടമ്പടി ഗ്രന്ഥം? ഈ ഉടമ്പടി നിങ്ങൾ പാലിക്കുന്നു എന്ന് എന്തനുസരിക്കുന്നു ഇവർ പറയുന്നത്? കർത്താവ് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുക. കർത്താവ് കൽപ്പിച്ചത് അത് മോശ ഇങ്ങനെ എഴുതി കൊണ്ടുവച്ചേക്കാണ്. അതിനിപ്പോ ഉടമ്പടി പുസ്തകം എന്ന് കാണും, തൊട്ടടുത്ത അധ്യായത്തിൽ ഉടമ്പടി പത്രിക എന്ന് കാണും. പത്രിക എന്ന് വെച്ചാൽ എന്താ? ജസ്റ്റ് കടലാസ്. അപ്പൊ ഇതൊരു പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥമൊക്കെ കൈ പിടിച്ചേക്കുന്ന പോലെ ചിന്തിക്കരുത്. എന്താണ് കർത്താവ് പറഞ്ഞത്? അത് മോശ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 10 എണ്ണമായിട്ട്. 10 കൽപ്പന. ഈ ഉടമ്പടി പുസ്തകം അല്ലെങ്കിൽ ഉടമ്പടി പത്രിക ജനം കേൾക്കെ മോശ വീണ്ടും വായിക്കുന്നു. ജനം പറയാണ്, കർത്താവ് ഈ പറഞ്ഞതെല്ലാം, ഈ പറഞ്ഞെന്ന് വെച്ചേതാ, ഈ കൽപ്പനകളെല്ലാം ഞങ്ങൾ അനുസരിക്കും, ഞങ്ങൾ അങ്ങയുടെ സ്വന്തം ജനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. രക്തം തളിച്ചത് ഓർക്കണം. എവിടെ തളിച്ചു? ബലിപീഠത്തിൽ തളിച്ചു. ഒരു പാത്രമേ തളിച്ചുള്ളൂ, ഇനി ഒരു പാത്രം കൂടെ ഉണ്ടേ. ശ്രദ്ധിച്ച് കേൾക്കിനി 8-ാമത്തെ വാക്യം. അവർ ഈ പ്രോമിസ് കൊടുത്തു കഴിഞ്ഞപ്പോ 8-ാം വാക്യം, അപ്പോൾ മോശ രക്തമെടുത്ത്, ഏത് രക്തം? പാത്രത്തിൽ ഇനി ഇരിപ്പുണ്ടല്ലോ, രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് വിഷ്വലൈസ് ചെയ്യണം. രക്തം ആദ്യം എവിടെ തളിച്ചു? ബലിപീഠത്തിൽ തളിച്ചു. എന്നിട്ട് ഉടമ്പടി കൽപ്പന വായിച്ചു. എന്നിട്ട് രക്തമെടുത്ത് എവിടെ തളിച്ചു? ജനത്തിന്റെ മേൽ തളിച്ചു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. മോശ അവരുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. ഈ ഉടമ്പടി വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. ഒരു പുതിയ വാക്ക് നമ്മുടെ ഉള്ളിലോട്ട് വരികയാണ്, ഉടമ്പടിയുടെ രക്തം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ രക്തം തളിക്കപ്പെട്ടപ്പോൾ 2 സ്ഥലങ്ങളിൽ വീണു, ഒന്ന് ബലിപീഠത്തിന്മേൽ, ഒന്ന് ജനത്തിന്റെ മേൽ. ഇതിന്റെ കാര്യം ഇതാണ്, അതിന്റെ ഇടയ്ക്കാണ് ഈ വാക്ക് വായിക്കുന്നത്. ഈ രക്തത്തിൽ ഞങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്നു. ശരിയല്ലേ? അതായത് കൊന്ന ആ കുഞ്ഞാടിന്റെയോ ആ ബലിമൃഗത്തിന്റെയോ രക്തം, അതേ രക്തം ദൈവത്തിന്റെ ബലിപീഠത്തിലും വീണു, ദൈവജനത്തിന്റെ മേലും വീണു. ഇവിടെ ഒരു രക്തബന്ധം ഉണ്ടാവുകയാണ്. കിട്ടുന്നുണ്ടോ? അതായത് ഈ വാക്കിനിടയിൽ, ഈ കൽപ്പനയ്ക്കിടയിൽ, ഈ ഉടമ്പടിക്കിടയിൽ ഒരു രക്തബന്ധം. ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ബലിപീഠത്തിൽ വീണ അതേ രക്തമാണ് ഞങ്ങളുടെ മേലേക്കും വീണത്. ഈ രക്തം എന്താണ്? ഉടമ്പടിയുടെ രക്തമാണ്. ഈ രക്തം വീഴുമ്പോഴെല്ലാം ദൈവം ഒരു കാര്യം ഓർക്കും. എന്താണെന്നറിയോ? ഈ ജനം ആരുടേതാണ്? എന്റേതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ ഈ ഉടമ്പടി ഓർമ്മിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഈ രക്തം വീഴുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടെടുപ്പ്
സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉടമ്പടി ഓർമ്മിപ്പിക്കും. ഉടമ്പടി വാക്കിൽ മാത്രം ഉറപ്പിച്ചേക്കല്ല, ഉടമ്പടിയുടെ വാക്കിതാണ്, നീ എന്റേതും ഞാൻ നിന്റേതും. ആ വാക്കിൽ അവർ ഉറപ്പ് കൊടുത്തു, കർത്താവേ അങ്ങ് പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിച്ചോളാം, ഞങ്ങൾ ഉടമ്പടി തെറ്റിക്കില്ല. അപ്പോ മോശ രക്തമെടുത്ത് ബലിപീഠത്തിലും ജനത്തിന്റെ മേലും തളിച്ചു. ഇത് നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉടമ്പടിയുടെ രക്തമാകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 11ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല, അവർ ദൈവത്തെ കണ്ടു, അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ഉടമ്പടി രക്തം ഒഴുക്കിയപ്പോൾ, വചനം വായിച്ച സമയത്ത്, അതിനുശേഷം അവർ ചെയ്തത് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ഉടമ്പടി ഓർക്കുന്ന സമയമുണ്ട്, രക്തം വീഴുന്ന സമയമുണ്ട്, വചനം വായിച്ച് കേൾക്കുന്ന സമയമുണ്ട്. കർത്താവിൻ്റെ സ്വന്തമായി തീരുകയും കർത്താവ് നമ്മുടെ സ്വന്തമായി തീരുകയും നമ്മൾ ഒന്നായി തീരുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു രക്തം വീഴും. ആ രക്തം വീഴുന്ന സമയത്ത് നമ്മൾ അവൻ്റെ സ്വന്തമാണെന്നും അവൻ നമ്മുടെ സ്വന്തമാണെന്നും നമുക്കൊരു ബോധ്യം കിട്ടും. നമ്മളത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയുന്നില്ല, പരിശുദ്ധാത്മാവ് ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. വളരെ ഓർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കത് കാലിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ അനുഭവിച്ച് കയറി 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 ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഉടമ്പടിയുടെ രക്തം നമ്മളെ വീണ്ടെടുത്തു. ആ ഉടമ്പടിയുടെ രക്തം കർത്താവിനെ ചിലതൊക്കെ ഓർമ്മിപ്പിച്ചു. കർത്താവ് അത് ഓർത്തപ്പോൾ നമ്മളെ വീണ്ടെടുത്തു, രക്ഷിച്ചു. രക്ഷയ്ക്കൊരൊറ്റ വഴി, ആ രക്ഷയിൽ, ആ രക്തത്തിൽ, ആ കുരിശിൽ നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നു. രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിന് ഏക സത്യ ദൈവമായി, ഏക രക്ഷകൻ, ഏക റെഡീമർ, വീണ്ടെടുക്കാൻ വേറെ ആരും നമുക്കില്ല. ഈശോ, ഈശോ, ഈശോ മാത്രം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. 25ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 25ാമത്തെ അധ്യായം അതിന്റെ 16ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത് സ്വർണം കൊണ്ടൊരു കൃപാസനം നിർമ്മിക്കണം. പിന്നെ അതിൻ്റെ എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ ഘടനകൾ. 18ാം വാക്യം: കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചു വരുത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. പഴയ നിയമത്തിൽ മീൻസ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ ഹവ്വയൊക്കെ പുറത്തിറക്കി 2 കെരൂബുകളെ വെച്ച പോലെ വെച്ചു. നിങ്ങൾ സമയം കിട്ടുമ്പം നമ്മുടെ ഗ്രോട്ടോ ചാപ്പലിൽ പോകണം കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഞാൻ ഇരിക്കുന്നതുകൊണ്ടല്ല, അവിടെ ഈശോ ഇരിക്കുന്നതുകൊണ്ട് അവിടെ വലിയൊരു കൃപയുടെ സാന്നിധ്യമാണ്. അവിടെ ഈശോയുടെ ഈ തിരുശരീരം വിശുദ്ധ കുർബാന എടുത്തു വെച്ചിരിക്കുന്നത് 2 കെരൂബുകളുടെ മുകളിലോട്ടാണ്. അതായത് ആ സാക്ഷ്യപേടകമായിട്ട് ഈശോ, ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തൽ ആരാണ്? ഈശോ. കാരണം നമുക്ക് ഉടമ്പടി ആരോടായിട്ടേ ഉള്ളൂ? ഈശോയുമായിട്ട് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥം പാലിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉടമ്പടി ആരുമായിട്ട് മാത്രമേ ഉള്ളൂ? ഈശോയുമായിട്ട് മാത്രമേ ഉള്ളൂ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉടമ്പടി എന്താണ്? ഞാൻ ആരുടേതാണ്? ഈശോടേത്. ഈശോ ആരുടേതാണ്? എന്റേതാണ്. ഞാൻ വീണുപോയാൽ ആരെന്നെ വീണ്ടെടുക്കും? അപ്പൻ, അമ്മ, ചേട്ടായി, ചേച്ചി, ഭാര്യ, ഭർത്താവ് ആണോ? എന്നെ വീണ്ടെടുക്കാൻ ആർക്കേ പറ്റുള്ളൂ? എന്നെ രക്ഷിക്കാൻ ചിലപ്പോൾ ഒരു അപകടത്തിന് രക്ഷിക്കാൻ ആർക്കാർക്ക് പറ്റുമായിരിക്കും. പക്ഷെ സ്വന്തം ജീവൻ നൽകി, സ്വന്തം രക്തം നൽകി, ഒരുപക്ഷെ ഇത്ര മില്ലി രക്തമൊക്കെ തരാൻ പറ്റുമായിരിക്കും. പക്ഷെ സ്വന്തം ജീവൻ നൽകി എന്നെ രക്ഷിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഈ ഉടമ്പടിയൊക്കെ തെറ്റിക്കാറുണ്ടോ? ഉണ്ടോ? പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി തെറ്റിക്കുന്നുണ്ട്. എന്താണ് കാരണം? കർത്താവ് തന്ന കൽപ്പന തെറ്റിച്ചാൽ എന്നാ സംഭവിക്കുന്നത്? ഉടമ്പടി തെറ്റി. മോശയുടെ മുമ്പിൽ നിന്ന് ജനം പറഞ്ഞതാണ്, ഞങ്ങൾ ഇതൊരിക്കലും തെറ്റിക്കില്ല. ഇവർ തെറ്റിച്ചു പെട്ടെന്ന് തന്നെ. എപ്പോഴാണത്? കാളക്കുട്ടിയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പൊരിച്ചടിക്കാമായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ ആരാധിക്കുന്നതിന് മുമ്പേ അറത്തേനെ അല്ലേ? ഇസ്രായേൽക്കാർക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവർ ആരാധിച്ചു. നമ്മളാണെങ്കിൽ അറത്തേനെ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകം 30 വരാമോ? പെട്ടെന്ന് എടുത്തു. പുറപ്പാട് പുസ്തകം 32ാമത്തെ അധ്യായം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി. അവിടെ കർത്താവ് നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നൊക്കെ നമുക്ക് സമയമുള്ളപ്പോൾ അത് വായിച്ചാൽ മതി. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇവർ പാപം ചെയ്തു. ശരിയാണോ? പാപം ചെയ്തു. ദൈവത്തെ പെട്ടെന്ന് കൽപ്പനകൾ മറന്നു, ദൈവത്തെ തള്ളിപ്പറഞ്ഞു, മറ്റ് വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിച്ചു. കാളക്കുട്ടിയെ, ഒരു പ്രതീകത്തെയൊക്കെ അവർ ആരാധിച്ചു, ദൈവത്തെ മറന്നു. എന്നുവെച്ചാൽ ഉടമ്പടി അവർ മറന്നു. അങ്ങനെ അവർ ഉടമ്പടി മറന്ന സമയത്ത് മോശ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 32ാമത്തെ അധ്യായം അതിൻ്റെ 30ാമത്തെ വാക്യം ഒരുമിച്ച് വായിച്ചാലോ? 32:30. പിറ്റേ ദിവസം മോശ, നിങ്ങൾ വായിക്ക്. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. വാക്യം ഓർത്ത് ഹൃദയത്തിലേക്ക് സൂക്ഷിക്കണം. ജനം പാപം ചെയ്തു, ഉടമ്പടി ലംഘിച്ചു. ഈ രക്തത്തിന്റെ വില അവർ മറന്നുപോയി. ഈ ഉടമ്പടി രക്തം അവർ മറന്നുപോയി. ദൈവത്തിന് കൊടുത്ത പ്രോമിസ് ഒക്കെ മറന്നുപോയി. പാപം ചെയ്തു. ഉപയോഗിക്കുന്ന വാക്കിതാണ്, അവർ കഠിന പാപം ചെയ്തു.
അതായത് ദൈവത്തിനെതിരെ ഡയറക്റ്റ് തെറ്റ് ചെയ്യുകയാണ്, കഠിന പാപം ചെയ്യും. മോശ എന്നാ ചെയ്യുന്നത്? ഇവരുടെ ഇടയിൽ നിൽക്കുന്നത് മോശയാണല്ലോ. ദൈവത്തിനും ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ആരാണ്? മോശയാണ് ഈ കൽപ്പനയൊക്കെ ഇങ്ങനെ കൈമാറി കൊടുക്കുന്നത്. ജനം പാപം ചെയ്തു. ഇനി മോശയുടെ മുമ്പിലുള്ള വഴി എന്താണ്? മോശ പറയാണ്, ഞാൻ കയറി ചെല്ലാം ദൈവസന്നിധിയിലേക്ക്, എന്നിട്ടോ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോണേ? നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം എന്നാണോ? വാക്ക് കൃത്യമായിട്ട് അങ്ങ് വായിച്ചു. പാപത്തിന് പരിഹാരം ചെയ്യാമെന്നാണോ? നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും. ലെറ്റ് മി ട്രൈ. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിഞ്ഞേക്കും. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, പിന്നീട് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹെബ്രായർ ലേഖനം 9, 10, 11 നമ്മൾ വായിക്കുന്നുണ്ട്, പരിഹാരം ചെയ്യാൻ പറ്റും. മോശയ്ക്ക് പരിഹാരം ചെയ്യാൻ പറ്റുമോ? മോശയ്ക്ക് പരിഹാരം ചെയ്യാൻ പറ്റുമോ? മോശ എങ്ങനെ പറഞ്ഞത്? ഞാൻ പരിഹാരം ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞേക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമം, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെയാണ്, പരിഹാരം ചെയ്യണമെങ്കിൽ രക്തം ചിന്തിയേ മതിയാവും. കാരണം ഈ ഉടമ്പടി എന്തിനാണ് ഉറപ്പിച്ചേക്കുന്നത്? രക്തത്തിലാണ്. ഇത് ആരോടാ ഈ ചതി ചെയ്തത്? ഉള്ളിൽ വസിക്കുന്ന ഈ ദൈവത്തോടാണ് ഈ ചതി ചെയ്തത്. അങ്ങനെയെങ്കിൽ ഈ ഉടമ്പടി ഉറപ്പിക്കേണ്ടത് ഉള്ളിലാണ്. ഈ ഉടമ്പടി ലംഘിച്ചതിന്റെ പേരിൽ പരിഹാരം എടുക്കേണ്ടതും രക്തം ചിന്തിയിട്ട് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഹൃദയത്തിലേക്ക് സൂക്ഷിക്കണം. രക്തം ചിന്തിയാൽ മാത്രമേ പരിഹാരം പൂർത്തിയാവുള്ളൂ. ഇപ്പൊ ഈ ദൈവജനം ഇപ്പൊ മാത്രമല്ല, പല സമയത്ത് ഈ ഉടമ്പടി ലംഘിക്കുന്നുണ്ട്. അവർ കാനാൻ ദേശത്ത് എത്തുമ്പം ദൈവത്തെ മറക്കാറുണ്ട്, രാജാക്കന്മാർ ദൈവത്തെ മറക്കാറുണ്ട്, ന്യായാധിപന്മാർ ദൈവത്തെ മറന്നു. അങ്ങനെ അവർ അസീറിയൻ പടയോട്ടത്തിന്റെ ഇരകളായി. പിന്നീട് ബാബിലോണൻ പ്രവാസത്തിലേക്ക് അവർ വീണ്ടും വീണുപോയി. ഇങ്ങനെ ഓരോ പാപങ്ങളും ചെയ്ത് അവർ അടിമത്തത്തിലേക്ക് പോയി. ആ അടിമത്തത്തിൽ നിന്ന് അവർ നിലവിളിക്കുന്ന സമയത്തെല്ലാം കർത്താവ് ഉടമ്പടി ഓർക്കും. അവരെ രക്ഷിക്കാൻ പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഈ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകണം. അവസാനത്തേക്ക് നമ്മളിതിന്റെ ഒരു നടുക്ക് ഭാഗത്തേക്ക് എത്തുമ്പോൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിലേക്ക് വരാമോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം, 30-ാമത്തെ അധ്യായത്തിൽ രക്ഷയുടെ വാഗ്ദാനം, 31-ൽ ഇസ്രായേലിന്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ്. അതായത് ഈ നിലവിളിച്ച, ബാബിലോൺ പ്രവാസത്തിൽ കടന്ന് നിലവിളിച്ച, ഒരിക്കൽ ഈജിപ്തിൽ കടന്ന് നിലവിളിച്ചതുപോലെ, മരുഭൂമിയിൽ കടന്ന് നിലവിളിച്ചതുപോലെ ബാബിലോൺ പ്രവാസത്തിൽ കിടന്ന് ഈ ജനം നിലവിളിക്കുമ്പോൾ കർത്താവ് വീണ്ടും ഉടമ്പടി ഓർക്കുകയാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ഒറ്റ വാക്കി പറയാമോ? ഉടമ്പടി. കർത്താവ് പറയാണ്, ഇവരെല്ലാവരും എൻ്റെ ആയിരിക്കും, ഞാൻ അവരുടെ ആയിരിക്കും എന്ന് ഞാൻ ഇവരെ രക്ഷിക്കുന്ന ദിവസം ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഉടമ്പടി എടുക്കുകയാണ്. 2-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി, ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. 3, വിദൂരത്തിൽ നിന്ന് കർത്താവിന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പണ്ട് ക്രിസ്ത്യൻ ധ്യാനം മുതൽ കേട്ട വചനം അല്ലേ ഇത്? എനിക്ക് നിന്നോടുള്ള സ്നേഹം. സിറ്റുവേഷൻ മനസ്സിലാക്കണം കേട്ടോ. ഏത് സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ വചനം ഏത് സിറ്റുവേഷനാണ് കിടക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തലയൊന്ന് ഉയർത്തി പിടിക്കൂ. ഈ അടിമത്തത്തിൽ കടന്നപ്പോൾ കർത്താവ് രക്ഷിച്ചു. ബോറടിക്കുന്നുണ്ടോ? ഇല്ലാന്ന് പറ. ഒരു കള്ളച്ചിരി ചിരിക്കാവോ? അത് ഇളിയാണ്, അത് നാക്കിയതാണ്. നന്നായിട്ട് ചിരിക്കുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഈ അടിമത്തത്തിൽ കടന്നവർ നിലവിളിക്കുന്നു, കർത്താവ് രക്ഷിക്കുന്നു. രക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്തോ ഓർക്കുന്നുണ്ട്. എന്ത്? ഉടമ്പടി ഓർക്കുന്നു. ഉടമ്പടി ഓർക്കുമ്പോൾ കർത്താവ് രക്ഷിക്കണം. ഓരോ സ്റ്റേജിലും ഇങ്ങനെ രക്ഷിച്ച് വരികയാണ്. എന്തിനായി രക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞു? ഇവർ എൻ്റെ സ്വന്തം ജനമായതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ പിന്നിലൊരു കാര്യം കൂടെ കിടപ്പുണ്ട്. ഈ സ്വന്തം ജനത്തെ എല്ലാരെയും നമ്മളൊന്നും സഹായിക്കാൻ പോകാറില്ല. ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഒരുപോലെ സ്നേഹിക്കാറുണ്ടോ? ചുമ്മാ എൻ്റെ അമ്മോ അത്ര ഒച്ചത്തിൽ പറയാതെ, നിങ്ങളുടെ ബന്ധുക്കളാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരും ഒരുപോലെയല്ല സ്നേഹിക്കുന്നത്, ശരിയാണോ? ഈവൻ നമ്മുടെ അപ്പനെയും അമ്മേനെയും പോലെ ഒരുപോലെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടാവില്ല. പറ്റുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, നല്ല കാര്യം. എല്ലാവരും ഒരുപോലെ ഒന്നും സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് മാനുഷികമായ രീതിയിൽ പറ്റുന്നില്ല. ഇനി നമ്മൾ ആരെങ്കിലും അതായത് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കാൻ വഴിയെ പോകുന്ന എല്ലാവരെയും നമ്മളങ്ങ് സഹായിക്കാറുണ്ടോ? നിങ്ങൾ വഴിയെ പോകുമ്പോൾ, ഇപ്പോൾ ഇവിടുന്ന് കോട്ടയത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾ 2 ആക്സിഡന്റ് കാണുകയാണ്. ചില ആക്സിഡന്റ് കാണുമ്പോൾ നിങ്ങളൊന്ന് വീഡിയോ എടുക്കും. ചില ആക്സിഡന്റ് കാണുമ്പോൾ നോക്കി വണ്ടി ഓടിക്കത്തില്ല എന്ന് പറയും. മറ്റൊരു ആക്സിഡന്റ് കാണുകയാണ്. ആ ആക്സിഡന്റ് കണ്ടപ്പോൾ ആ വണ്ടിയുടെ നമ്പർ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് നമ്മുടെ ആരുടെയോ ആണ്. നിങ്ങൾ വീഡിയോ എടുക്കാൻ പോവോ? ഇവനെ നോക്കി വണ്ടി ഓടിക്കാൻ മേലെന്ന് പറയുമോ? അതോ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ചാടി ഇറങ്ങി അവരെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ നോക്കുമോ? കിട്ടുന്നുണ്ടോ?
ആക്സിഡന്റ് പറ്റിയത് മനുഷ്യർക്കാണ്. ദൈവത്തിന്റെ ചിലപ്പോൾ നിങ്ങൾ ഈ ധ്യാനം കൂടിയ ഇത്രയും പേര് പോകുന്ന വഴിക്കായിരിക്കും വണ്ടി അല്ല പോട്ടെ, വേറെ എക്സാം, അത് തള്ളിക്കണം. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ വരുള്ളൂ. നിങ്ങൾ ഇപ്പം ഇത്രയും പേര് പുറത്തോട്ട് ഇറങ്ങുന്നു, നിങ്ങളൊരു 10 പേർക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾ ആദ്യം ഓടിപ്പോയി സഹായിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ, നിങ്ങളുടെ സ്വന്തക്കാരെ ഒരാളെ ആയിരിക്കും പെട്ടെന്ന് രക്ഷിക്കാൻ പോകുന്നത്. ശരിയാണേ? അതായത് ഈ സ്വന്തമായതിനെ രക്ഷിക്കുന്നു പിന്നിൽ, അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെ കിടപ്പുണ്ട്, സ്നേഹം. ശരിയാണോ? ഇതെല്ലാം കൂടെ കണക്ട് 10 ദിവസം കൊണ്ട് ധ്യാനിപ്പിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം കൂടെ കണക്ട് ഈശോ നേടിത്തന്ന രക്ഷ, ആ രക്ഷയ്ക്ക് പിന്നിൽ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി കാരണമാണ് എന്നെ വില കൊടുത്ത് മേടിച്ചെടുക്കുന്നത്. ഞാൻ അവിടുത്തെ സ്വന്തമായതുകൊണ്ടാണ്. അവിടുത്തെ സ്വന്തമാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ ഉടമ്പടിയിലൂടെ, ഈ രക്ഷയിലൂടെ, ഈ വീണ്ടെടുപ്പിലൂടെയാണ് ദൈവസ്നേഹം നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് വചനം പറയുക 31:3, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇസ്രായേലിനെയും എന്നെയും നമ്മൾ ഓരോരുത്തരെയും കർത്താവ് രക്ഷിച്ചെടുക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം, ഹി ലവ്സ് യു, അവൻ നിന്നെ സ്നേഹിക്കുന്നു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഈശോ സ്നേഹിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇന്നും നമ്മൾ ഒരു ഉടമ്പടിയുടെ ജനമാണ്. ശരിയാണോ? ഉടമ്പടി ചെയ്തു. എപ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്തേ? നമ്മളെപ്പോഴാണ് ഉടമ്പടി ചെയ്തേ? എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ നമ്മൾ ഉറപ്പിച്ചു, ഞാൻ കർത്താവിൻ്റെതാണ്, കർത്താവ് എൻ്റെതാണ്. എപ്പോഴത് ഉറപ്പിച്ചേ? മാമോദീസായിൽ അല്ലേ? മാമോദീസായിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുദ്ര ചെയ്യപ്പെട്ടു. മുദ്ര ചെയ്യപ്പെടുന്ന വെച്ചാൽ എന്താ? സൈൻഡ്. ആരുടേതാണ്? എൻ്റെതാണ്. നമ്മൾ പുസ്തകമൊക്കെ മേടിച്ചിട്ട് പേരെഴുതി വെക്കില്ലേ? ഫാദർ ജിൻസ് എന്ന് വെച്ചാൽ ആരെയാണ്? എൻ്റെയാണ്. കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കാം, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചായിരിക്കാം, ഞാൻ പേരെഴുതി വെച്ചു. ആരുടേതാണ്? എൻ്റെതാണ്. നമ്മുടെ ഒപ്പിൻ്റെ ഒക്കെ വില നമുക്കറിയാലോ. കർത്താവ് മുദ്ര ചെയ്തു എന്ന് പറയാം, സീലടിച്ചു. ഇവൻ ആരുടേതാണ്? ഇവൾ ആരുടേതാണ്? കർത്താവിൻ്റെ സ്വന്തമാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഉടമ്പടി ചെയ്ത നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, നമ്മൾ ഈശോ തള്ളിപ്പറയാണ്ട്, നമ്മൾ സങ്കടപ്പെട്ടു പോകാറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളെ രക്ഷിക്കുന്നത്. അത് ഭൗതികമായിട്ടാണേലും ആത്മീയമായിട്ടാണേലും കർത്താവ് നമ്മളെ രക്ഷിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? സ്നേഹം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ണുനീരുകളൊക്കെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഇനി മേലിൽ കണ്ണുനീരോ വിലാപങ്ങളോ ഇല്ല. പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് 21-22 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വിലാപമില്ല, കണ്ണുനീരില്ല. കാരണം ആരാ അവിടെ വന്ന് നിൽക്കുന്നത്? ഈശോ. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, കടബാധ്യതയിൽ ഭിന്നിച്ച് നിൽക്കുന്ന ആ കുടുംബത്തിൽ, അസ്വസ്ഥതയുള്ള ആ ജോലി സാഹചര്യത്തിൽ ഈശോയെ കൊണ്ടേ ഒന്ന് പ്ലേസ് ചെയ്താൽ, എന്നെ രക്ഷിക്കുന്ന, എന്നെ ഇതിൽ നിന്ന് പോലും രക്ഷിക്കാൻ പറ്റുന്ന ഈശോയെ പ്രതിഷ്ഠിച്ചാൽ പിന്നെ അവിടെ മുഴുവൻ ആനന്ദമാണ്, പിന്നെ കണ്ണുനീരില്ല. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നല്ലൊരു വചനമുണ്ട്, 31-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അടയാളപ്പെടുത്തിയിട്ടൊക്കെ വായിച്ചു. കാണാപ്പാടം പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. 31:9 ഇങ്ങനെ കർത്താവ് വീണ്ടെടുക്കുന്ന ജനത്തിനുള്ള ഒരു വലിയ പ്രത്യാശയാണ്. വായിച്ചേ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന് ഞാൻ പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യ ജാതനും. കണ്ണുനീരെല്ലാം ഈശോ ഏറ്റെടുക്കുന്നു. കിട്ടുന്നുണ്ടോ? ഈ രക്ഷ അവൻ പ്രദാനം ചെയ്യുമ്പോൾ, ഈ ഭൗമികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ആ വലിയ രക്ഷ, ഈ അപകടത്തിൽ നിന്നോ, ഈ സങ്കടത്തിൽ നിന്നോ, ഈ നാശത്തിൽ നിന്നോ ഒക്കെ ഉള്ള രക്ഷിക്കുമ്പോൾ എൻ്റെ കണ്ണുനീരെല്ലാം അവൻ തുടച്ചു മാറ്റും. ഒരിക്കലും ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ആനന്ദത്തിലേക്ക് ഈശോ എന്നെ നയിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഈശോ വീണ്ടെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഓരോ സങ്കടത്തിലും ഇപ്പം ഒരു വീണ്ടെടുപ്പിന്റെ മക്കളാണ് നമ്മൾ, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. 31-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യം അടയാളപ്പെടുത്താം. 31:11 കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. വീണ്ടെടുത്തു, രക്ഷിച്ചു, രക്ഷിച്ചു. വചനം ഓർക്കണേ, പ്രാർത്ഥന ഓർക്കണേ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 31:16 നിങ്ങളോട് തന്നെ ഒന്ന് പറയേണ്ടതാണ്. കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനം. 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഈ വചനം കേൾക്കാൻ നിങ്ങൾ സമയം മാറ്റിവെച്ചപ്പോൾ, വില കൊടുത്തപ്പോൾ കർത്താവ് തരുന്നൊരു വാഗ്ദാനമായിട്ട് ഇതിനെ സ്വീകരിക്കുക. ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ.
23 വാക്യം, 31:23. അതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാവോ? ഉറക്കെ വായിക്കും. പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടി എന്നാണ്. നമ്മളിപ്പോൾ വായിച്ച് വന്നപ്പോൾ ഒരു പഴയ ഉടമ്പടിയെ കുറിച്ച് കണ്ടാണ്. മോശ ജനത്തെ കൊണ്ട് എടുപ്പിച്ചൊരു ഉടമ്പടി ഉണ്ടല്ലോ, ദൈവം ജനവുമായിട്ട് എടുത്തൊരു ഉടമ്പടി ഉണ്ടല്ലോ. എന്താണത്? ഞങ്ങൾ അങ്ങയുടേതും അങ്ങ് ഞങ്ങളുടേതും. കാളക്കുട്ടി ആരാധിച്ചപ്പോൾ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞേ? ഉടമ്പടി ലംഘിച്ചു. ഉടമ്പടി ലംഘിച്ചെങ്കിൽ ഇനി എന്നാ വഴി? പുതിയ ഉടമ്പടി വേണം. പഴയ ഉടമ്പടി രക്തത്തിൽ ഉറപ്പിച്ചതാണ്. അതിന് പരിഹാരം ചെയ്യണമെങ്കിൽ രക്തം കൊണ്ട് ഒരു പരിഹാരം വേണം. ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തിനെതിരാണ് പാപം ചെയ്തതെങ്കിൽ ഇനി ഉടമ്പടി ഉറപ്പിക്കേണ്ടത് എവിടെയാണ്? ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തോടാണ് ഉടമ്പടി ഉറപ്പിക്കേണ്ടത്. നിന്റെ ഹൃദയത്തിലാണ് ഒരു ഉടമ്പടി വരേണ്ടത്. ദൈവത്തിന്റെ സ്വന്തമാണെന്നുള്ള ബോധ്യം എൻ്റെ തലച്ചോറിലല്ല, എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ, എൻ്റെ രക്തധമനികളിൽ ആഴത്തിൽ വേരോടി നിൽക്കണം. ഞാൻ ഈശോയുടെ സ്വന്തമാണ്. എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ എൻ്റെ ഓരോ ചിന്തകളും ഈശോടേതാണ്, ഈശോടേത് മാത്രം. അതുകൊണ്ട് പൗലോസിലേക്ക് പറയുക, ഞാനല്ല ജീവിക്കുന്നത്, ആര്? ഈശോയാണ് എന്നിൽ, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ടോട്ടലി ഈശോടേതാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ പഴയ ഉടമ്പടി ബ്രേക്ക് ചെയ്തത് കൊണ്ടും ആ രക്തം ചിന്തിയതിനെ അവർ മറന്നതുപോയതുകൊണ്ടും ആ വാക്ക് തെറ്റിച്ചതുകൊണ്ടും ഇനി പുതിയ വാക്ക് വേണം, പുതിയ ഉടമ്പടി വേണം. ഉടമ്പടിയുടെ പുതിയ രക്തം വീഴണം. പറഞ്ഞേ ഹല്ലേലൂയ. 31 അധ്യായം അതിന്റെ 31 വാക്യം, ജെറമ്യാ 31 വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. എന്നുവെച്ചാൽ ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊക്കെ പിന്നീട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വായിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങ് പറഞ്ഞ ആ ദിവസം എന്ന്, അങ്ങ് യഥാർത്ഥ രക്ഷ നൽകുന്ന ദിവസം എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് പിന്നീട് സമയമുള്ളപ്പോൾ ധ്യാനിക്കാം. 31 അധ്യായത്തിന്റെ 33 വാക്യം ഒരുമിച്ച് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ. ഏത് ദിവസമാണ്? പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. എന്താണ് ആ ഉടമ്പടി? വായിച്ചോ. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഇപ്പം നിയമം എവിടെയായിരുന്നു കൊടുത്ത? പഴയ ഉടമ്പടി പലകയിൽ. എന്നിട്ട് അവരത് എവിടെ വെച്ചു? സാക്ഷ്യ പേടകത്തിൽ വെച്ചു. പുതിയ ഉടമ്പടി എവിടെ എഴുതുന്ന പറയണേ? അവരുടെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപിക്കും. എന്നിട്ട് വായിച്ചേ, അവരുടെ ഹൃദയത്തിൽ എഴുതും. അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. അടുത്ത വാക്യം, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഉടമ്പടി സ്റ്റേറ്റ്മെന്റ് വീണ്ടും ആവർത്തിക്കുക. കിട്ടുന്നുണ്ടോ? കൽപ്പലകയിലോ പേടകത്തിലോ അല്ല ഇനി നിയമം എഴുതാൻ പോകുന്നത്, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ. അത് മാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൃദയത്തിൽ, ഉള്ളിൽ എഴുതി തരുന്നത്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതുപുറത്ത് ശക്തിയോട് പറ ഹല്ലേലൂയ. ആ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായോ? ആ ഉടമ്പടി എന്താണ്? ആ പുതിയ ഉടമ്പടി നമുക്കറിയാതെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് പിന്നീട് എവിടെയും കാണിക്കുന്നില്ല. എപ്പോഴാണ് ഉടമ്പടി ചെയ്തത്? കാരണം ഇസ്രായേലിന്റെ ഒരു 70 വർഷം നീണ്ടു നിന്ന പ്രവാസത്തിൽ നിന്ന് ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഹൃദയത്തിൽ എഴുതുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് ജോയൽ പ്രവാചകനൊക്കെ പല കാര്യങ്ങൾ, പല സൂചനകളോട് പറയുന്നുണ്ട്. അവരെല്ലാം പറയുന്നതാണ്, കർത്താവിന്റെ ദിനം ആഗതമാകുമ്പോൾ, ആ ദിവസം വരുമ്പോൾ ആ ദിവസം എന്നാണ്? ദൈവം തൻ്റെ ജനത്തോട് ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ഒരു ദിവസം. അതൊരു സിംഗിൾ ഡേ എന്നൊന്നും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ സമയം, ആ സമയത്തെക്കുറിച്ച് മത്തായി സുവിശേഷങ്ങളിലൂടെ കൃത്യമായിട്ട് നമ്മൾ കാണും. മത്തായി 26 എടുക്കാവോ? മത്തായി സുവിശേഷം 26 അധ്യായം. മർക്കോസ് 14 ലൂക്ക 22 ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. 1 കൊരിന്തോസ് 11 ഒക്കെ ഈ വിശുദ്ധ കുർബാന സ്ഥാപനം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമായിട്ട് കണക്ട് ചെയ്യണം. മത്തായി 26 അതിൻ്റെ 27 28 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇനി വായിച്ചോ, ഉറക്കെ വായിച്ചോ. ഇത് പാപമോചനത്തിനായി. അതായത് പഴയ നിയമത്തിന്റെ കൽപ്പന ഇതാണ്, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. മോശ പോയി ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് ചെയ്തേക്കാം, ഞാൻ നോക്കാം. പക്ഷെ മോശ രക്തം ചിന്തുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പരിഹാരമായില്ല. പരിഹാരം വേണമെങ്കിൽ എന്ത് വേണം? രക്തം ചിന്തണം. ഈശോ പറയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് രക്തം ചിന്തുന്നത്? ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. എന്ത് രക്തം? പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം. ഞാൻ മുമ്പേ പറഞ്ഞ റെഫറൻസുകളൊക്കെ വായിക്കണം. ലൂക്കായിലും 1 കൊരിന്തോസ് 11 മർക്കോസിലും ഒക്കെ ഉള്ള റെഫറൻസ് വായിക്കണം.
ഇത് പാപമോചനത്തിനായി ഇസ്രായേൽക്കാർക്ക് വേണ്ടി ആണോ? അനേകർക്ക് വേണ്ടി. ആ അനേകരിൽ ആരുണ്ട്? ഞാനുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോ നമ്മളെ വീണ്ടെടുത്ത, ആ ഉടമ്പടി സ്ഥാപിച്ച ആ ദിവസം, ആ ഓർമ്മ, ആ മണിക്കൂർ ഈശോ കുരിശിൽ തന്റെ ശരീരവും രക്തവും വാഴ്ത്തി വിഭജിച്ച് തന്ന് പുതിയ ഉടമ്പടി സ്ഥാപിച്ച മണിക്കൂറാണ്. അവൻ കുരിശിലൂടെ നേടിയെടുത്ത രക്ഷ, അവൻ പാപമോചനത്തിന് വേണ്ടി ഒഴുക്കിയ തിരുരക്തം, അതേ അനുഭവം, അതേ അനുഗ്രഹമാണ്. നിങ്ങൾ ഇതെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ബലിപീഠത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന നമ്മൾ ഓർക്കുന്നത് ഇതാണ്: കർത്താവേ, അങ്ങ് ചിന്തിയ രക്തത്തിന്റെ ബാക്കിയാണ് ഞാൻ. ഈ രക്തം അങ്ങ് വീഴുമ്പോൾ, ഈ ഓരോ ബലിപീഠത്തിലും വിശുദ്ധ കുർബാനയിൽ ആ തിരുരക്തം വീണ്ടും വീഴുന്ന സമയത്ത് കർത്താവ് ഉടമ്പടി ഓർക്കുകയാണ്. ഇന്നീ ബലിയർപ്പിക്കുന്ന ഈ അനേകർ എന്റേതാണ്. നിങ്ങളൊരു സങ്കടത്തിൽ, നിങ്ങളൊരു പ്രത്യാശ അറ്റപ്പെട്ടു പോയ സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല, എന്നെ ചെയ്യണം എന്നറിയത്തില്ല. വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നതും സങ്കടത്തെക്കുറിച്ചല്ല, വേദനയെക്കുറിച്ചല്ല, ഉടമ്പടിയെക്കുറിച്ചാണ്. കർത്താവെ, രോഗത്തിൽ കിടക്കുന്ന ഞാൻ, പാപം ചെയ്തു പോയ ഞാൻ, കടത്തിലായ ഞാൻ, ഉടമ്പടി ഓർക്കണേ, ഞാൻ നിന്റേതാണ്, ഞാൻ നിന്റേതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സംഭവിക്കുന്ന എന്നത് പിടികിട്ടുന്നുണ്ടോ? വിശുദ്ധ കുർബാനയുടെ സമയത്ത് സകലരുടെയും അനേകരുടെ പാപത്തിന് പരിഹാരമാകാൻ പറ്റുന്ന ഒരേ ഒരു രക്തം, മറ്റൊന്നിന്റെയും രക്തം, മറ്റാരുടെയും രക്തം ചിന്തിയാൽ ഈ ലോകത്തിൽ പാപത്തിന് പരിഹാരമാവില്ല. ഈശോയുടെ തിരുരക്തം. അതുകൊണ്ട് നമ്മൾ ഇന്ന് നന്ദിയോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിൽ, ഈശോയുടെ തിരുമുറിവുകളിലേക്കൊക്കെ ഒന്ന് ധ്യാനിക്കുന്ന സമയങ്ങളിൽ, ആരാധനയോടെ നമ്മുടെ ഏക പ്രത്യാശയായ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓർക്കേണ്ടത് ഒറ്റ കാര്യമാണ്: കുരിശിൽ കിടക്കുന്നത് ഒരു വലിയ മുറിവല്ല, നെടുകയും കുറുകയും വെച്ച രണ്ട് കഷണമല്ല. എൻ്റെ ഈശോ ഉടമ്പടി ഓർത്തതും, എൻ്റെ ഈശോ എന്നെ സ്വന്തമാക്കിയതിന്റെ പിന്നിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യവും, അവൻ സ്വന്തം ജീവൻ കൊടുത്ത് ശരീരവും രക്തവും എടുത്ത് തന്ന് വില കൊടുത്ത് വീണ്ടെടുത്ത ഒരു ജീവിതമാണ് എൻ്റെതെന്നും, ഞാൻ ആശയറ്റവനല്ല, പ്രത്യാശയില്ലാത്തവളല്ല, ഞാൻ നശിച്ചവനോ ശപിക്കപ്പെട്ടവളോ അല്ല, ഈശോ വില കൊടുത്തു വാങ്ങിയ ഒരു ജീവിതമാണ് എൻ്റെതെന്ന്, ഉടമ്പടിയുടെ മക്കളാണെന്ന് ഓർക്കേണ്ട സമയമാണ് ഓരോ വിശുദ്ധ ബലിയുടെയും സമയം. ശക്തിയോടെ പറ ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ജനത, അവൻ തിരുരക്തം ഒഴുക്കി വീണ്ടെടുത്ത ജനത. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മളിത് ഈശോയെ കുറിച്ച് വീണ്ടും വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായി 20, എൻ്റെ പേജ് മറിഞ്ഞ് അവിടെയാണ് വന്ന്. മത്തായി 20:28 എടുക്കാമോ? മത്തായി 20:28 വായിച്ച്. മത്തായി 20:28 പുറകോട്ട് മറിക്ക്. മത്തായി 20:28 വായിച്ച്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. മോചനദ്രവ്യം നമ്മൾ ആദ്യം പറഞ്ഞങ്ങ് വിട്ടുപോയൊരു വാക്കാണ് അല്ലേ? റാൻസം, ഓർക്കുന്നുണ്ടോ? ഇത് വില കൊടുത്ത് വാങ്ങാന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മോചനദ്രവ്യം എന്നാലേ ഈ ബന്ധിയെ വിട്ടുകിട്ടുകയുള്ളൂ, ഈ സാധനം തിരിച്ചു കിട്ടുകയുള്ളൂ. ആ മോചനദ്രവ്യം ആരാണ്? ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്ന വേറെ ഒന്നിനു വേണ്ടിയല്ല. എന്തിനാണ്? രക്ഷിക്കാനാണ്. എങ്ങനെ രക്ഷിക്കാൻ? എങ്ങനെ റെഡീം ചെയ്യാൻ? എങ്ങനെ വീണ്ടെടുക്കാൻ? എൻ്റെ ജീവൻ, സ്വജീവൻ തന്നെ ബലിയായി അർപ്പിച്ച് മോചനദ്രവ്യമായി എടുത്ത് വീണ്ടെടുക്കാൻ. ആരെ? എന്നെ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിലേക്ക് വരാവോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം. നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ. ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ. ആ വചനമൊക്കെ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ, ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. മോശ ദൈവത്തിന്റെ മുമ്പിൽ പരിഹാരം ചെയ്യാൻ വേണ്ടി പോയി, മധ്യസ്ഥനായിട്ട് പോയി. മോശയെ കൊണ്ട് പറ്റിയോ? ഇല്ല. പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനാവാൻ മോശയ്ക്ക് പറ്റിയില്ല. പകരം രക്തം ചിന്തി ഹൃദയത്തിൽ വചനം എഴുതി വെക്കുന്ന ഒരാൾ നമ്മളെ വീണ്ടെടുക്കണം. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ അതാരാണ്? ഈശോ. ആ ബലിയെക്കുറിച്ചാണ് 9-ാമത്തെ അധ്യായത്തിൽ പറയുക. 9-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചു. ഓരോ വാക്ക് ശ്രദ്ധിക്കണം. അവനവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെ അല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. മോചനദ്രവ്യം പിടികിട്ടുന്നുണ്ടോ? സ്വന്തം രക്തത്തിലൂടെയാണ് അവൻ നമ്മളെ വീണ്ടെടുത്തത്. 9-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നമ്മൾ മുമ്പേ പറഞ്ഞ ആ നിയമത്തെ വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. 9:18 വായിക്കാവോ? അതിനാൽ വായിച്ചു. അതിനാൽ രക്തം കൂടാതെ അല്ല ആദ്യത്തെ ഉടമ്പടി ഉറപ്പിച്ചത്. ഓർക്കുന്നുണ്ടോ?
അതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. 19 വാക്യം. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചമന്ന ആട്ടിൻ രോമവും ഹിസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും, പുസ്തകം ഏതാണെന്ന് അറിയോ? നിയമഗ്രന്ഥം. ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. 22 വാക്യം. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനം ഇല്ല. ആരുടെ രക്തമാണ്? ഈശോയുടെ തിരുരക്തം. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന നമ്മൾ കരുണക്കൊന്തയൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കില്ല, ഈ കാൽവരിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണസോസായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്ന് വെച്ചാൽ ആ തിരുരക്തത്തിൽ എന്നെ സംഭവിച്ചേ വീണ്ടെടുപ്പ്, വീണ്ടും രക്ഷ, രക്ഷ. നമ്മളെ അവൻ വീണ്ടെടുത്തു, വില കൊടുത്ത് മേടിച്ചെടുത്തു. ഇപ്പം അതൊന്ന് കണക്ട് ചെയ്തൊന്ന് കൺക്ലൂഡ് ചെയ്യണം. വീണ്ടെടുത്തതിൻ്റെ പിന്നിൽ ഒരു സ്നേഹമുണ്ടല്ലേ, സ്വന്തമായതിനെയാണ് വീണ്ടെടുക്കുന്നത്. ജപമാലയുടെ ഉദാഹരണം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതായത് ഞാൻ പാപം ചെയ്ത് പോകുമ്പോഴും ഞാൻ ആരുടെ സ്വന്തമാണ്? ഞാൻ ഈശോയെ തള്ളിപ്പറയുമ്പോഴും ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയെ വിശ്വസിക്കാത്തപ്പോഴും ഞാൻ ആരുടെ സ്വന്തമാണ്? എന്നെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈശോയ്ക്ക് ഒറ്റ വഴിയുള്ളൂ. എന്താണത്? സ്വന്തം ജീവൻ. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ വീണ്ടും പറയുന്നു, അന്ന് ഇസ്രായേൽക്കാർക്ക് വേണ്ടി അല്ല ഈശോ രക്തം ചിന്തിയത്, അനേകർക്ക് വേണ്ടിയിട്ടാണ്. ആ അനേകരിൽ ആരുണ്ടെന്ന് പറഞ്ഞേ? നമ്മൾ ഇന്ന് ജീവിക്കേണ്ട ആ ഒരൊറ്റ ബോധ്യത്തിലാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ. ഈ നിരാശയിൽ നിന്ന് കയറി വരുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയണേ, സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ കാര്യമാണ് വേണ്ടത്. വില കൊടുത്ത് മേടിച്ച ജീവിതമാണ്. 50 രൂപയോ 100 രൂപയോ കൊടുത്ത് മേടിച്ചതല്ല, ആട്ടുംകുഞ്ഞിനെ കൊടുത്ത് മേടിച്ചതല്ല, തമാശയ്ക്ക് പറയുന്ന തവിട് കൊടുത്ത് മേടിച്ചതല്ല. ഈശോ സ്വന്തം രക്തം ചിന്തി മേടിച്ചെടുത്ത ഈശോയുടെ സ്വന്തമായതിനെ പിശാച് പിടിച്ചോണ്ട് പോയി കാണാം, നഷ്ടപ്പെട്ടു പോയി കാണാം. വില കൊടുത്ത് ഈശോ തിരിച്ചു മേടിച്ച ജീവിതമാണ് നമുക്ക് എങ്ങനെ ഈശോ തള്ളിപ്പറഞ്ഞൊക്കെ നടക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു. നമുക്ക് എങ്ങനെ ഈശോ തള്ളിപ്പറഞ്ഞ് നടക്കാൻ പറ്റും? സ്നേഹം കൊണ്ട് അവൻ ബലിയായിട്ട് മാറി. സമയം കിട്ടുമ്പോൾ ഫിലിപ്പി 2:5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കണം. ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണത്തെ കുറിച്ചാണ്. അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അനുസരണമുള്ളവന് മരണം വരെ, അതും കുരിശു മരണം വരെ തന്നെ താഴ്ത്തി. കുരിശു മരണം വരെ എന്തിന്? നമ്മളെ പൊക്കിയൊന്നെടുക്കാൻ, നമ്മളെ നേടിയെടുക്കാൻ വേണ്ടി. യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ദൈവസ്നേഹം തിരിച്ചറിയുന്നു. എങ്ങനെ? ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു, ഒരുവൻ നമുക്ക് വേണ്ടി ഈ ജീവിതം ബലിയർപ്പിച്ചു. ഇതിൽ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നല്ല വിശുദ്ധിയിൽ അങ്ങ് ജീവിച്ചോണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എപ്പോഴൊക്കെ ഒരു പാപം ചെയ്യാൻ തോന്നുന്നോ, കയ്യിലൊരു കുരിശെടുത്ത് പിടിക്കുക, വീട്ടിലെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. അതിലൊക്കെ നോക്കേണ്ടത് സങ്കടം വരുമ്പോഴല്ല, ഈശോയെ എന്നെ ഒന്ന് കേൾക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഒരു പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് പോകാൻ തോന്നോ, നിരാശയിലേക്ക് പോകാൻ തോന്നോ, സങ്കടപ്പെട്ടു പോകാൻ തോന്നോ, പാപത്തിന്റെ എത്ര അഗാധമായ വീഴ്ചയിൽ കിടക്കുന്ന ഒരാൾക്കും തിരിച്ചു കയറി പോരാൻ പറ്റുന്ന ഏക പ്രത്യാശ ഈശോയുടെ കുരിശ്. അതിലേക്ക് നോക്കിക്കൊള്ളുക. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പഴയ നിയമത്തിൽ മോശ ഈ വഴിയെ പോകുമ്പോൾ ഇവരിങ്ങനെ പാമ്പ് കടിച്ചൊക്കെ മരിക്കുന്ന സമയത്ത് ഒരു സർപ്പത്തിൻ്റെ രൂപം എടുത്ത് ഉയർത്തുന്നുണ്ട്. നെഹുഷ്താൻ എന്നു പേരുള്ള സർപ്പത്തിൻ്റെ രൂപം. അതിലേക്ക് നോക്കിയവരൊക്കെ, ഈ പാമ്പ് കടിയേറ്റവരൊക്കെ രക്ഷ പ്രാപിച്ചു എന്നറിയാം. സുവിശേഷം പിന്നീട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമം. അന്ന് മോശ പിത്തള സർപ്പത്തെ ഒരുക്കി വെച്ചതുപോലെ ഇന്ന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടത് എപ്പോഴാണ്? ഉയർപ്പിച്ചതിനെ കുറിച്ചല്ല പറയുന്നത്, ഉയർത്തെഴുന്നേറ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഈശോ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ, ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ, ഉയർത്തിങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ്? കുരിശിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കരങ്ങൾ വിരിച്ചു പിടിച്ച്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാകുന്നു, അവിടുത്തെ നോക്കിയവർ രക്ഷ പ്രാപിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുപുരത്തി ശക്തിയോട് പറ ഹല്ലേലൂയാ. ഈശോ വില കൊടുത്ത് മേടിച്ചൊരു ജീവിതം, രക്തം ചിന്തി മേടിച്ചൊരു ജീവിതം. അവനിൽ പ്രത്യാശ വയ്ക്കുക, ഉടമ്പടി ഓർക്കുക, ഇപ്പോഴും ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക, അവൻ്റെ സ്വന്തമാണെന്നോർത്ത് വിശുദ്ധിയിൽ ജീവിക്കുക. അവനിപ്പോൾ വീണ്ടും ആ രക്തം ചിന്തുന്നത്, ഓരോ വിശുദ്ധ കുർബാനയിലും രക്തം ചിന്തുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ എൻ്റെ സ്വന്തമാണ്. ആ ബോധ്യം കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. ഞാൻ ഈശോയുടെ സ്വന്തമാണെങ്കിൽ, പല ആവർത്തിയും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വീണ്ടും പറയാണ്, ഞാൻ ഈശോയുടെ സ്വന്തമാണെങ്കിൽ എൻ്റെ കടം ആരുടെയാണ്? എൻ്റെ രോഗം ആരുടേതാണ്? എൻ്റെ ജീവിത പങ്കാളി ആരുടെയാണ്? എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ആരുടേതാണ്? ഈശോയുടേതാണ്. കാരണം ഞാൻ ആരുടേതാണ്?
ഈശോടെ. അങ്ങനെ ഒരാൾക്ക് തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് എഴുന്നേക്കണം, നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. ആമേൻ. ശക്തിയോടെ പറ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ.